സമാധാനം കിട്ടാനുള്ള രണ്ടാമത്തെ വഴി ഒരു മനുഷ്യന്റെ വീട് ആ മനുഷ്യന് സമാധാനം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് സമാധാനം തരും? വീട്. അല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. നീ ഊട്ടി പോയി, ബാംഗ്ലൂർ പോയി, മൈസൂർ പോയി, ഗോവയിൽ പോയി, ദുബൈയിൽ പോയി, നീ എവിടെ പോയാലും നീ അവസാനം പറയുന്ന വാക്കെന്താ? വീടെത്തിയാ മതിയായിരുന്നു അല്ലാഹ്, വീടെത്തിയാ മതിയായിരുന്നു അല്ലാഹ്. കാരണം എന്താ? വീട്ടിൽ പോയാൽ സമാധാനം കിട്ടും. പക്ഷെ ഇപ്പൊ വീട്ടിൽ സമാധാനമുണ്ടോ? പോന്നില്ലേടാ വീട്ടിലോട്ട് പോന്നില്ലേടാ? ഇല്ല, കുറച്ചുകൂടെ കഴിയട്ടെ. കാരണം വീട്ടിൽ പോയാൽ സമാധാനം ഇല്ല. ഉണ്ടോ? വീട്ടിൽ പോയാൽ സമാധാനം കിട്ടുന്നില്ല. പിന്നെ സഹോദരിമാര് സമാധാനം ഇല്ലാത്തതിന്റെ കാരണം എന്താ? ഉസ്താദിന്റെ അടുക്ക് വന്ന് ചോദിക്കും, ഉസ്താദ് കന്നിമൂലയ്ക്ക് വല്ല കുഴപ്പമുള്ളത് കൊണ്ടാണോ? വാതിൽ ഇങ്ങോട്ടിരിക്കുന്നത് കൊണ്ടാണോ? ബാത്റൂം ഇങ്ങോട്ടിരിക്കുന്നത് കൊണ്ടാണോ? അടുക്കള ഇന്ന ഭാഗത്തായത് കൊണ്ടാണോ? അതൊന്നും അല്ലടോ. കന്നിമൂല ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ വീട് വെക്കുന്നതിന് മുമ്പ് നോക്കണം, വെച്ചതിന് ശേഷമല്ല നോക്കണ്ടേ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താ? കാരണം മാത്രം ഞാൻ പറഞ്ഞുതരാം. നിന്റെ വീടിന്റെ അകത്തിരുന്ന് ഒരാൾ കരയുന്നു, ആ കണ്ണുനീര് വീഴുന്ന കാലത്തോളം നിന്റെ വീട്ടിലെ സമാധാനം ഉണ്ടാകില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങളുടെ വീടിന്റെ അകത്തിരുന്നിട്ട് ഒരാൾ കരയുന്നുണ്ട്, ആ കണ്ണുനീര് തുടച്ചാലേ നിനക്ക് സമാധാനവും സന്തോഷവും റഹ്മത്തും ബറക്കത്തും എല്ലാം അല്ലാഹു തരത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു കാലത്തും കിട്ടൂല. ഓരോ ദിവസം കഴിയും തോറും വിഷയം കൂടിക്കൊണ്ടേയിരിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിങ്ങളുടെ വീടിന്റെ അകത്തിരുന്ന് കരയുന്നത് എന്താ? പരിശുദ്ധമായ ഖുർആൻ ഒരു വീടിന്റെ അകത്തുണ്ട്. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു വീടിന്റെ അകത്തുണ്ട്. ആ വീട്ടുകാര് ഖുർആൻ എടുത്ത് ഓതുന്നില്ലെങ്കിൽ ആ ഖുർആൻ കരയും. അലമാരിക്കകത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടില്ലേ ഖുർആൻ? ഓതാറുണ്ട് അതുപോലെ എടുത്ത്. പരിശുദ്ധമായ ഖുർആൻ ഒരു വീടിന്റെ അകത്തുണ്ട്. ആ വീടിന്റെ അകത്തിരിക്കുന്ന ഖുർആൻ ആ വീട്ടുകാരെടുത്ത് പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ഖുർആൻ കരയും. ഖുർആൻ കരഞ്ഞാൽ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മുടെ വീടിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അതാ. നമ്മുടെ വീടിന്റെ അകത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇരിക്കുന്നുണ്ട്. ആ ഖുർആൻ ഇരുന്ന് കരയുകയാണ്, പാരായണം ചെയ്യുന്നില്ല. എന്നാ പടച്ചവനെ റോഡിന്റെ പരിസരത്ത് കൂടുമ്പോ കൊട്ടാരം പോലെ വീടുകൾ, വീടിനെക്കാളും വലുപ്പം മതിലിനാടോ. പടച്ചവനെ ഞാൻ ഇങ്ങനെ വരുമ്പോ എന്റെ കൂടെ വന്ന ഫവാസ് പറയുന്ന, ഉസ്താദേ ഈ ഗേറ്റിന് ഏറ്റവും കുറഞ്ഞത് 10 ലക്ഷം രൂപയായിട്ടുണ്ടാകും. അവൻ ഓരോ വീടിന്റെ മതില് കാണുമ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട്, കാര്യമില്ല ചെറുപ്പക്കാരാ, കാര്യമില്ല സഹോദരാ, സമാധാനം വേണോ? ഇത്രയും കോടികൾ ചെലവഴിച്ച് നീ ഒരു കൊട്ടാരം പണിതല്ലോ, നിന്റെ കുടുംബ വീട്ടിൽ കിട്ടിയ സമാധാനം നിന്റെ കൊട്ടാരത്തിന്റെ അകത്തുണ്ടോ? അവിടെ പടച്ചവനെ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കിടക്കുന്നത്. അവിടെ AC റൂമില്ല, ബെഡ്റൂമില്ല, അറ്റാച്ച്ഡ് ബാത്റൂമില്ല. പടച്ചവനെ എല്ലാവരും ആ ചെറിയ വീടിന്റെ അകത്ത് എന്തൊരു സ്നേഹമായിരുന്നെന്നറിയുമോ? കൂടപ്പറപ്പുകൾ തമ്മിൽ വല്ലാത്ത സ്നേഹമാണ്, ഭാര്യയും ഭർത്താവും വല്ലാത്ത സ്നേഹമാണ്. അവിടെ തിന്നാ റഹ്മത്തുണ്ട്, ബറക്കത്തുണ്ട്, സമാധാനമുണ്ട്. പക്ഷേ നിന്റെ കൊട്ടാരത്തിന്റെ അകത്തില്ല. ഈ രണ്ട് വീടും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയുമോ? ഈ കൊട്ടാരവും ഈ കുടിലും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയുമോ? അല്ലാഹുവേ, മഗ്‌രിബിന് ബാങ്ക് വിളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് നമ്മുടെ ഉമ്മ ഉളുവെടുത്തിട്ട് നിസ്കാരപ്പായിലേക്ക് കടന്നു വരികയാ. നമ്മുടെ ഉമ്മമാരും മരിച്ചവർക്ക് അല്ലാഹുവേ നീ സ്വർഗം കൊടുക്കണേ തമ്പുരാന്. ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. നമ്മുടെ ഉമ്മ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ നിസ്കാരപ്പായിൽ വന്നിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കുന്നത് വരെ ഉമ്മയിരുന്ന് ദിക്ർ പറയുകയാണ്. മഗ്‌രിബിന്റെ ബാങ്ക് വിളിച്ചു, ഫർദ് നിസ്കരിച്ചു, സുന്നത്ത് നിസ്കരിച്ചു. അത് കഴിഞ്ഞ നമ്മുടെ ഉമ്മ പരിശുദ്ധമായ ഖുർആൻ എടുക്കുകയാ, സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുകയാ. സൂറത്തു വാഖിയ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുർ റഹ്മാൻ, സൂറത്തു സജദ, സൂറത്തു യാസീൻ.
5 സൂറത്തുകൾ ഓതാതെ നമ്മുടെ ഉമ്മ ഉറങ്ങാറില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആത്മാർത്ഥമായിട്ട് പറ, നിന്റെ ഉമ്മ ഓതുമായിരുന്നല്ലോ. നിനക്കറിയുമോ അതിന്റെ മഹത്വം എന്താണെന്ന്? സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്ന വീട്ടില് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അറിയുമോ? അല്ലാഹു തന്ന ആയുസ്, തിന്നാനും കുടിക്കാനും ഉറങ്ങാനും സമയമില്ലാതെ രാവും പകലും കിടന്ന് കഷ്ടപ്പെടുന്ന മുസ്ലിമേ, നിന്റെ വാപ്പ ഇതുപോലെ കഷ്ടപ്പെട്ടിട്ടില്ല. നിന്റെ വാപ്പ സമയത്ത് ഭക്ഷണം കഴിക്കുമായിരുന്നു, സമയത്ത് ഉറങ്ങുമായിരുന്നു, ഇബാദത്ത് ചെയ്യുമായിരുന്നു, മക്കളെ സ്നേഹിക്കുമായിരുന്നു. നിനക്കൊന്നിനും സമയമില്ലാതെ നീ കിടന്നോടുകയല്ലേ? എന്തുകൊണ്ടാണ് നിന്റെ വീട്ടിൽ അല്ലാഹു ബറക്കത്ത് തന്നതെന്നറിയുമോ? ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബാ. ഈ സൂറത്ത് ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ പാരായണം ചെയ്താ അല്ലാഹു ആ ഭവനത്തിൽ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വാഖിയ പാരായണം ചെയ്താൽ ഇത് വീട്ടിൽ ഫർളാക്കണം. ബാപ്പമാര് ഉപ്പമാരോട് പറയുകയാണ്, ഇത് നിന്റെ വീട്ടിൽ ഫർളാക്കണം. ആരെങ്കിലും മോദിയിരിക്കണം. സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്ന വീട്ടില് ഉപ്പ പിരിവെടുത്തിട്ടല്ല പെങ്ങളെ കെട്ടിച്ചത്, ഉപ്പ ലോൺ എടുത്തിട്ടല്ല വീട് വെച്ചത്. ഇങ്ങനാണ് അല്ലാഹു എല്ലാം കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, വാഖിയ പാരായണം ചെയ്യുന്ന ഭവനത്തിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കൂല. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. 2.25 പേജേ ഉള്ളൂ. എന്താണ് പ്രതിഫലമെന്നറിയുമോ? പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണെന്ന് പറയുന്ന ഖബറിനകത്ത് കിടക്കുമ്പോ അവിടെയാണ് നിനക്ക് ആ സൂറത്തിന്റെ മഹത്വം അറിയുന്നത്. ആ സൂറത്തിന്റെ മഹത്വം അറിയുന്നത് പള്ളിപ്പറമ്പിലെ ഖബറിനകത്താ. അല്ലാഹുവേ, ഉമ്മ ഓതുന്ന 3-ാമത്തെ സൂറത്ത് അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അല്ലാഹുവേ, സൂറത്തുർ റഹ്മാൻ നമ്മുടെ ഉമ്മ പാരായണം ചെയ്യുമായിരുന്നു. എന്താണ് പ്രതിഫലമെന്നറിയുമോ? സയ്യിദന്മാര് വരുമ്പോ, തങ്ങന്മാര് വരുമ്പോ, ഉസ്താദന്മാര് വരുമ്പോ വീട്ടിൽ കൊണ്ടുപോയി ദുആ ചെയ്യാൻ കുതിക്കുന്ന മുസ്ലിമേ, ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാണ്. സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുന്ന ഭവനത്തിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്ന് ചരിത്രം പറയുകയാണ്. അതാ സൂറത്തു സജദ. ഈ അല്ലാഹുവേ, സൂറത്തു സജദ പാരായണം ചെയ്താൽ ഉംറയുടെ കൂലിയാണ് പെങ്ങളെ. സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ ദുആയിക്ക് ഇജാബത്തുണ്ട്. യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ ആ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ആ കുടിലകത്ത് സമാധാനം കിട്ടിയത്. എന്നാ നിന്റെ വീട്ടിലോ മഗ്രിബ് കഴിഞ്ഞാ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ടിവിയുടെ മുമ്പിലാണ്, സീരിയൽ കാണുകയാണ്, അവൾക്ക് ഇഷ്ടമുള്ള ചാനലുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ ഇരുന്ന് കരയുകയാണ്. നിന്റെ മക്കൾ പോലും അത് കൈകൊണ്ട് തൊടാറില്ല. പിന്നെ എങ്ങനാ നിനക്ക് സമാധാനം കിട്ടുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഖുർആൻ ഇറങ്ങിയ മാസമാ മോനെ. റമദാനിന്റെ 30 ദിവസവും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന.
സ്വർഗം ചോദിച്ചാ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ചെറുപ്പക്കാരാ? ഉസ്താദേ നല്ല മരണം കിട്ടാ ദുആ ചെയ്യടൂ എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മോനെ മദീനത്ത് പോകാറില്ലേ? ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാനിൽ നീ പോകാറുണ്ടല്ലോ. അങ്ങനെ ജന്നത്തുൽ ബഖീയിലൂടെ നടന്നു പോകുമ്പോ പടച്ചവനെ അങ്ങ് മധ്യഭാഗത്തൊരു ഖബർ കാണാ. നേരത്തെ അവിടെ ഒരു അടയാളം വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പോലീസുകാരൻ കാവല് നിൽക്കുമായിരുന്നു. ആ ഖബറിന്റെ ചാരത്ത് ചെല്ലുമ്പോ അവിടെ ഇതാരുടെ ഖബറാണെന്ന് ചോദിച്ചാ പറഞ്ഞു തരും സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ആരാണെന്നറിയുമോ മോനെ? ഉസ്മാൻ എന്ന് പറയുന്ന സ്വഹാബി ആരാണെന്നറിയുമോ? ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയാണ്. ഖലീഫയായിരിക്കുമ്പോ പടച്ചവനെ വീട് മുഴുവനും ശത്രുക്കളെ വളർന്നിരിക്കുകയാണ്. ഉസ്മാൻ തങ്ങളും തന്റെ ഭാര്യയും വീടിന്റെ അകത്തുണ്ട്. എല്ലാവരും വീട് വളർന്നിരിക്കുകയാണ്. വീടിന്റെ പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഭക്ഷണം വീടിന്റെ അകത്തേക്ക് വിടുന്നില്ല. ഉസ്മാൻ തങ്ങളെ പട്ടിണി നോമ്പ് പിടിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച പള്ളിയിൽ പോലും പോകാൻ സമ്മതിക്കാതെ ഉസ്മാൻ തങ്ങളെ വീടിന്റെ അകത്തിങ്ങനെ വളഞ്ഞു വെക്കുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഭാര്യയോട് പറഞ്ഞൊരു കമീസ് തരാൻ, എനിക്കൊരു പൈജാമ വേണം. ആദ്യമായിട്ടാണ് ഉസ്മാൻ തങ്ങളെ പൈജാമ ധരിക്കുന്നത്. അവിടെ നിന്ന് പൈജാമ ധരിക്കുകയാണ്. എന്തു പറ്റിയെന്ന് ഭാര്യ ചോദിക്കുകയാണ്. ഉസ്മാൻ തങ്ങൾ അവിടെ നിന്ന് ചിരിക്കുകയാണ്. പൈജാമ ഇട്ടിട്ട് ഉസ്മാൻ തങ്ങളെ മുസല്ലയെടുത്ത് വിരിച്ചിട്ട് പരിശുദ്ധമായ ഖുർആൻ എടുക്കുകയാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരുന്നപ്പോ ശത്രുക്കൾ വീടിന്റെ വാതിലിന് തീയിടുകയാ. എന്നിട്ട് വീടിന്റെ അകത്തേക്ക് ഇരച്ചു കയറി അതാ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന, അതാ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിലേക്ക് അവര് വാളുകൊണ്ട് വെട്ടുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ നായില ബീബി റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വെട്ടിക്കൊല്ലാതാൻ ശത്രുക്കൾ വീടിന്റെ അകത്ത് കയറിയിട്ട് അവിടെ നിന്ന് വാളുകൊണ്ട് വെട്ടുമ്പോ ചാടി എഴുന്നേറ്റ് വാളിലേക്ക് പിടിക്കുകയാ. അവിടുന്ന് ചാടി എഴുന്നേറ്റിട്ട് വാളിലേക്ക് നിലവിളിച്ചുകൊണ്ട് പിടിക്കുമ്പോ ഈ വാഴ കേൾക്കാമെന്നിരിക്കുന്ന ഉമ്മമാരും പഠിക്കേണ്ട ഒരു ചരിത്രമുണ്ട്. തലമറയ്ക്കാതെ ഔറത്തു മറയ്ക്കാതെ ഇങ്ങനെ നടക്കുന്ന പെങ്ങള് റമദാൻ മാസമാടോ അവസാനത്തെ പത്താടോ എന്തൊരു വെയിലാണെന്നറിയുവോ? ഈ സമയത്ത് റോഡിലൂടെ നോക്കിയാ റോഡ് മുഴുവനും സഹോദരിമാരാ. എല്ലാവരും കടകട കേറി ഇറങ്ങി നടക്കുകയാ. ചോദിച്ചാ പറയും പെരുന്നാളിന്റെ വസ്ത്രം വാങ്ങാനാ. എന്തിനാ പെങ്ങള് ഈ ഫർദ ധരിക്കുന്ന നിനക്ക് എങ്ങനെയാ ഓരോ കടകടമ കേറി ഇറങ്ങാ നടക്കുന്നത്? അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ വഴുതു പറയുമ്പോ ഒരു കാര്യം പറയണം ഉസ്താദ്. ആ ചെറുപ്പക്കാരൻ ഒരു കടയിലെ സെയിൽസ്മാനാ. പടച്ചവനെ ആ സഹോദരൻ പറയുകയാണ്, നമ്മുടെ സമുദായത്തിലെ പെണ്ണുങ്ങൾക്ക് കരുണയില്ല ഉസ്താദ്. പെങ്ങളെ നീ ഒരു ഷോപ്പിൽ കയറി ചെന്നിട്ട് അതെടുക്കെന്ന് പറഞ്ഞ് കടയ്ക്കകത്ത് അടുക്കി വെച്ചിരിക്കുന്ന തുണികൾ മുഴുവനും നീ വലിച്ച് താഴെ ഇടുകയാണ്. എന്നിട്ട് അവസാനം നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് ആ കടയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ആ കടയിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരൻ നീ മറന്നു പോകരുത്. അവനൊരു നോമ്പുകാരിയാ മോളെ. ഈ വലിച്ചിട്ടിട്ട് പോയ വസ്ത്രം മുഴുവനും ആ ചെറുപ്പക്കാരൻ വേണം മടക്കി വെക്കാൻ. അല്ലാഹുവേ എന്തൊരു ദ്രോഹമാണ് ചെയ്യുന്നതെന്നറിയുവോ? ഇന്നൊക്കെ പർച്ചേസിന്റെ കാലമാടോ. ശരീരം മറക്കാതെ നടക്കുന്ന പെങ്ങള് ഭർത്താക്കന്മാരെ കേൾക്കടേ. ഇത് പെരുന്നാള് വരികയാണ്. മക്കള് പറയുന്ന വസ്ത്രം എടുത്തു കൊടുക്കുമ്പോ നല്ല ഇറങ്ങിയ മക്കളുടെ ബോഡി കാണുന്ന വസ്ത്രമല്ലേ വാങ്ങിച്ചു കൊടുക്കുന്നത്? മക്കൾക്ക് കീറിയ പാന്റ് വാങ്ങിക്കൊടുക്കുന്ന വാപ്പാ
പറയട്ടെ, അല്ലാഹുവേ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കൾ വീടിന്റെ അകത്തേക്ക് പാഞ്ഞു കയറിയപ്പോ അല്ലാഹുവേ, ഭാര്യ പേടിച്ചടോ. നായില നിലവിളിക്കുകയാ, നായില വാളിൽ പിടിച്ചിട്ട് നിന്ന് കരയുകയാ. ഉസ്മാന് തങ്ങള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉസ്മാന് തങ്ങള് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? നായില, ഇവരെന്നെ എന്ത് ചെയ്താലും എനിക്ക് പേടിയില്ല. ഇവരെന്നെ എന്ത് ചെയ്താലും എനിക്ക് പേടിയില്ല. എനിക്ക് പേടി എന്തിനെന്നറിയോ? എനിക്ക് പേടി എന്തിനാണെന്നറിയോ? നായിലാ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നത് കണ്ടപ്പോ ചാടി എഴുന്നേറ്റപ്പോ നായിലാ ബീവിയുടെ തലയിലിട്ടിരുന്ന തുണിയൊന്ന് പുറകിലേക്ക് മാറി. നായിലാ ബീവിയുടെ തലയിലിട്ടിരുന്ന ഷാളൊന്ന് പുറകിലേക്ക് മാറി. നായിലാ ബീവിയുടെ കുറച്ചു മുടി ഇങ്ങനെ പുറത്തു കിടക്കുകയാ. ഭർത്താവിനെ വെട്ടിക്കൊല്ലാൻ ശത്രുക്കൾ വീടിന്റെ അകത്ത് കയറി വന്നപ്പോ വെപ്രാളത്തോടെ ചാടി എഴുന്നേറ്റപ്പോ തലയിലിട്ടിരുന്ന ഷാളൊന്നു മാറി, കുറച്ചു മുടി ഇങ്ങനെ പുറത്തേക്ക് വന്നു. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, നായില, അവരെന്ത് വേണമെങ്കിലും എന്നെ ചെയ്യട്ടെ, അവരെന്ത് വേണമെങ്കിലും എന്നെ ചെയ്യട്ടെ. നീ നിന്റെ തലമറയ്ക്കുനായില്ല, നീ നിന്റെ ഔറത്തു മറയ്ക്കുനായില്ല. അന്യ പുരുഷന്മാരുടെ മുമ്പിൽ നിന്റെ ഔറത്ത് തുറന്നിടല്ലേ. അല്ലാഹുവിന്റെ മുമ്പിൽ എനിക്ക് കണക്ക് പറയേണ്ടി വരും. തന്റെ ഭർത്താവിനെ കൊല്ലാമെന്നപ്പോ വെപ്രാളത്തോടെ ചാടി എഴുന്നേറ്റപ്പോ തന്റെ ഭാര്യയുടെ ഷാള് മാറിയിട്ട് 3 or 4 മുടിയൊന്ന് പുറത്ത് കണ്ടു. ഉസ്മാൻ തങ്ങൾ പറയുന്നു, എനിക്ക് റബ്ബിനെ പേടിയാനായില്ല. അന്യ പുരുഷന്മാരുടെ മുമ്പിൽ നിന്റെ ഔറത്ത് വെളിവാകുന്നു, തലമറയ്ക്കുനായില്ല. ഉസ്മാൻ തങ്ങളും മരിക്കാൻ കിടക്കുമ്പോഴാ പറയുന്നത്, പെങ്ങളെ, ഇന്ന് മുടി പുറത്തിട്ട് കൊണ്ട് നടക്കുന്നതൊരു ഫാഷനാണല്ലോ. ചിന്തിക്കു പെങ്ങളെ, എടാ ചെറുപ്പക്കാരാ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയുടെ വെട്ടിത്തതാൻ താഴേക്കിടുകയാണ്. എന്നിട്ട് ഉസ്മാൻ തങ്ങളുടെ താടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് അവിടുന്ന് ശത്രുക്കൾ ഉസ്മാൻ തങ്ങളെ വെട്ടിക്കൊല്ലുമ്പോ ഉസ്മാൻ തങ്ങളെ ഖുർആൻ ഇങ്ങനെ മുറുകെ പിടിക്കുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ മുറുകെ പിടിക്കുകയാണ്. തന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ വീഴുമ്പോ ഉസ്മാൻ തങ്ങൾ ഖുർആനിലേക്ക് നോക്കുകയാണ്. ഏതായത്തിന്റെ മുകളിലാ എന്റെ രക്തം വീണത്? ഏതായത്തിന്റെ മുകളിലാ വീണതെന്നറിയുമോ? ആയത്തിന്റെ മുകളിലാണ് ഉസ്മാൻ തങ്ങളുടെ രക്തം വീണത്. നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചിട്ടാണ് ഉസ്മാൻ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞത്. ഏ ചെറുപ്പക്കാരാ, മോനെ, നിനക്ക് ഖുർആനിനോട് എന്ത് സ്നേഹമാ മോനെ, എന്തു ബന്ധമാ മോനെ, ഒന്ന് കൈകൊണ്ട് തൊട്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? ഇത്രയും ദിവസമായില്ലേ മോനെ, സർവ്വ ഇബ്ലീസുകളെയും പിടിച്ചു കെട്ടിക്കിട്ടിരിക്കുന്ന റമളാൻ മാസത്തിൽ നിന്റെ ശരീരത്ത് കൂടിയിരിക്കുന്ന ഇബ്ലീസ് ഏതാടാ ചെറുപ്പക്കാരാ? എന്തേ മോനെ നിനക്ക് ഖുർആൻ തൊടാൻ പറ്റാത്തത്? എത്ര സൂറത്ത് പാരായണം ചെയ്ത് ചെറുപ്പക്കാരാ? ഉമ്മമാരേ, സീരിയല് കാണുന്നില്ലേ പെങ്ങള്? സിനിമ കാണുന്നില്ലേ പെങ്ങള്? ആവശ്യമില്ലാത്തത് മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിനക്കെന്തേ ഖുർആൻ എടുക്കാൻ കഴിയാത്തത്? ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയാത്തത്? ഖുർആനിനെ സ്നേഹിക്കാൻ കഴിയാത്തത്? നിന്നെ പോലെ എത്രയോ പെണ്ണുങ്ങൾ ദുനിയാവിൽ ജീവിച്ചിരുന്നു. അവര് ഖുർആനിനെ സ്നേഹിച്ചവരല്ലേ? നിനക്കറിയുമോ ആരാ മൈമൂനത്തുൽ മിസ്രി എന്ന്, നഫീസത്തുൽ മിസ്രി എന്ന്, റാബിയത്തുൽ അദബിയ ആരാണെന്ന് നിനക്കറിയുമോ? ഇവരൊക്കെ ദുനിയാവിൽ ജീവിച്ചിരുന്ന മഹദിമാരാണ്. ആരാ? മിസ്റിന്റെ രാജകുമാരിയായ മഹദിയായ നഫീസത്തുൽ മിസ്രിയ ആരായിരുന്ന
എന്തെന്നറിയുമോ ഉമ്മ? പഠിക്കണം പെങ്ങള്. നഫീസത്തുൽ മിസ്രി ആരാണെന്ന് പഠിക്കണം. ആരാണ് നഫീസത്തുൽ മിസ്രി എന്നറിയുമോ? നിന്നെ പോലെ വികാരമുള്ള വിചാരമുള്ള പച്ചയിറച്ചിയുള്ള നിന്നെ കാണാ സുന്ദരിയായ നഫീസ ഒരു ദിവസം ഒരു പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഉസ്താദ് ഖുർആൻ ഓതുന്നത്. അൽഹാകുമുത് തകാസുറു ഹത്താ സുറുതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ ാണ്. മരണത്തിനു ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ഖബറിനെ കുറിച്ച് പറയുന്ന ആയത്ത് കേട്ടപ്പോ നഫീസത്തുൽ മിസ്രി ബോധം കെട്ട് താഴെ വീഴുകയാണ്. വഅദ് കേൾക്കാമെന്നവര് മുഴുവനും എഴുന്നേറ്റ് പോയി. അവസാനം നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അവിടുന്ന് ബോധം വന്നപ്പോ തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് മണ്ണ് കുടിക്കുന്ന ആയുധം എടുത്തുകൊണ്ട് വന്ന് നിസ്കരിക്കുന്ന സ്ഥലത്തന്നെ ഖബർ കുടിക്കുകയാ. നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഖബർ കണ്ടിട്ടുണ്ടോ പെങ്ങള്? മഹദിയായ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല തന്റെ വീടിന്റെ അകത്ത് ഖബർ കുടിക്കുകയാണ്. പകല് മുഴുവനും നോമ്പാണ്. രാത്രിയിലാണ് ഖബർ കുടിക്കുന്നത്. ആരും അറിയാതെ ഖബർ ഇങ്ങനെ കുടിക്കുകയാണ്. നഫീസത്തുൽ മിസ്രിയുടെ കണ്ണുനീരിങ്ങനെ വീണ് ഖബറിലെ മണ്ണ് പോലും നനയുകയാണ്. പടച്ചവരെ അങ്ങനെ ഖബർ കുടിച്ചു. ഖബറിന്റെ പണി കഴിഞ്ഞപ്പോ ഓടിച്ചെന്ന് ഒതുപെടുത്തിട്ട് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല ഖബറിനകത്തിറങ്ങിയിരുന്ന് നിസ്കരിക്കുകയാ. 10,000 റക്അത്തോളം ഖബറിനകത്തിരുന്ന് നിസ്കരിച്ച മഹദിയാ അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തുകൊണ്ട് ഖബറിനകത്തിറങ്ങുകയാണ്. ആ ഖബറിനകത്തിറങ്ങിയിട്ട് 6000 ഖത്തം ഓതിയുമ്മ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല ആ ഖബറിനകത്തിരുന്ന് 6000 വരുന്ന ഖത്തം അവിടുന്ന് ഓതി തീർക്കുകയാണ്. അല്ലാഹുവേ നഫീസത്തുൽ മിസ്രി എല്ലാ ദിവസവും നോമ്പാണ്. പടച്ചവനെ രാത്രി ഉറക്കമില്ല. സുന്ദരിയായിരുന്ന നഫീസത്തുൽ മിസ്രി എല്ലും തോലുമാവുകയാണ്. കണ്ണു കുഴിയുകയാണ്. പടച്ചവരെ ഒരുപാട് രോഗങ്ങളായി. നഫീസയെ കാണുമ്പോ കുടുംബക്കാർക്ക് വല്ലാത്ത സങ്കടമായി. അങ്ങനെ കുടുംബക്കാർ ഉപദേശിക്കാൻ തീരുമാനിച്ചു. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്ത് വന്നിട്ട് കുടുംബക്കാര് പറഞ്ഞു, നഫീസ എന്തൊരു കോലമാ നഫീസ, നീ കറുത്തല്ലോ നഫീസ, കണ്ണു കുടിഞ്ഞല്ലോ നഫീസ, എന്തിനാ നീ ഉറക്കമൊഴിയുന്നത്? എന്തിനാ നീ ഉറക്കമൊഴിയുന്നത്? എല്ലാ ദിവസവും നീ നോമ്പ് പിടിക്കുന്നത് എന്തിനാണ് നഫീസ? ഇങ്ങനെ ഉറക്കമൊഴിയല്ലേ, ഇങ്ങനെ പട്ടിണി കിടക്കല്ലേ, മരിച്ചു പോകും നഫീസ. കുടുംബക്കാരവിടെന്ന് ഉപദേശിക്കുമ്പോ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല തന്റെ കുടുംബക്കാരുടെ മുമ്പിൽ നിന്ന് കരയുകയാണ്. പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 30 കൊല്ലമായി ഞാൻ റബ്ബിനോട് ദുആ ചെയ്യുന്നത് 2 കാര്യമാ. എനിക്ക് 2 ആഗ്രഹമേ ഉള്ളൂ. ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയുവോ? മരിക്കുമ്പോ നോമ്പുകാരിയായിട്ട് വേണം മരിക്കാൻ. എനിക്ക് നോമ്പുകാരിയായിട്ട് വേണം മരിക്കാൻ. രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുവോ? എനിക്ക് ഖുർആൻ ഓതി മരിക്കണമല്ലാ. എനിക്ക് ഖുർആൻ ഓതിയിട്ട് മരിക്കണം പടച്ചവരെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, കുടുംബക്കാര് മുഴുവനും പൊട്ടിക്കരഞ്ഞുകൊണ്ടിറങ്ങി പോവുകയാണ്. അവസാനം നഫീസത്തുൽ മിസ്രിയുടെ മരണമെടുത്തടോ. കുടിച്ച് റെഡിയായി കുടിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്ത് നിന്ന് കാത്ത് കിടക്കുമ്പോ അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്റായീൽ.
ചിരിക്കുന്ന മുഖത്തോടെ സലാം പറന്നുകൊണ്ട് കടന്നു വരികയാണ്. 30 കൊല്ലത്തെ അഭിലാഷമാണ് നോമ്പുകാരിയായി മരിക്കണം. മരിക്കുന്ന ദിവസം നഫീസയ്ക്ക് നോമ്പായിരുന്നു. രണ്ടാമത്തെ ആഗ്രഹമെന്താ? ഖുർആനോതി മരിക്കണം റബ്ബേ. ലഹും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഏതായത്താ ഓതിയതെന്നറിയുമോ? നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല ഖബറിനകത്തിരുന്ന ഖത്തമോദിയ മഹ്ദിയാണ്. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാമെന്നപ്പോ അവസാനമായിട്ട് പാരായണം ചെയ്ത ആയത്തേതാ? ലഹും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ കുറിച്ച് പറയുന്ന ആയത്താ. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അവിടെ അവസാനമായി പാരായണം ചെയ്തത്, പടച്ചവരെ മുഖത്തേക്ക് തുണിയെടുത്തിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നഫീസത്തുൽ മിസ്രി ലോകത്തോട് വിട പറയുമ്പോ, ഇതൊക്കെ നിന്നെ പോലെ ജീവിച്ചിരുന്ന ഒരു പെണ്ണിന്റെ ചരിത്രമാണ് നീ പഠിക്കേണ്ടത്. ഈ ചരിത്രങ്ങളാണ് വായിച്ചു നോക്കേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന റമളാൻ മാസമാണ്, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ട രാവുകളിലാണ് ഞാനും നിങ്ങളുമുള്ളത്. അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങിക്കോ, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്തോ, അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചോ. അല്ലാഹുവേ, ഖുർആനിനെ സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. ഒന്നുമില്ലാതെ തൊടല്ലേ, കിബിലയുടെ നേരെ ഇരുന്ന് വേണം ഖുർആനൂദാ. ഖുർആനൂതുന്നതിന്റെ ഇടയിൽ സംസാരിക്കല്ലേ. ഞങ്ങളെ നീ ഖുർആനിന്റെ തണലിൽ സ്വർഗത്തിലെത്തിക്കണേ അല്ലാഹ്. സഹോദരങ്ങളെ, സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളുടെ നാട്ടിലെ മദ്രസയ്ക്ക് വേണ്ടിയാണ്. പടച്ചവനെ, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക എടുക്കൂ. അഭിനയിക്കല്ലേ, ഒരിക്കലും നഷ്ടമാകില്ല, ഒരിക്കലും നഷ്ടമാകില്ല. സദഖത്തു റദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, നിങ്ങളുടെ അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുന്നവരാ. അതുകൊണ്ട് അല്ലാഹു തരുന്ന ഒരവസരമാണ്. ഒരാൾ പോലും മടി കാണിക്കരുത്. കൊടുത്തെന്ന് പറഞ്ഞു കുറയൂല. റമളാൻ മാസമാണ്, പ്രതിഫലം വാരിക്കോരി തരുന്ന മാസമാണ്. റബ്ബേ, മനസ്സു നൽകണേ അല്ലാ, മനസ്സു നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10 ദിവസം 240 മണിക്കൂർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ 240 മണിക്കൂർ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത്, ആ 240 മണിക്കൂറിലെ 1 മിനിറ്റെങ്കിലും നീയൊന്ന് മനസ്സു വിചാരിച്ചാൽ നിനക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്ന സ്വർഗത്തിൽ നീ ഒന്ന് സീറ്റ് ഉറപ്പിക്കണം. ആ സ്വർഗത്തിലേക്ക് നീ ഒരു അംഗത്വം എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 240 മണിക്കൂർ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നു. ആ 240 മണിക്കൂറിൽ 1 മിനിറ്റ് മതി നിനക്ക് നരകത്തിൽ നിന്ന് കരകയറി സ്വർഗത്തിൽ പോകാൻ. ആ 240 മണിക്കൂറിൽ 24 മണിക്കൂർ നമ്മൾ നിന്ന് വിട പറയാൻ പോകുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു ഇത്രയും നല്ല ഒരു ഓഫർ നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ ഓഫർ നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നമ്മളെക്കാളും ഒരു നഷ്ടവാളി ഈ ദുനിയാവിൻ്റെ തൊലിക്ക് മുകളിലില്ല. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
പള്ളിയുടെ മിഹ്റാബിലേക്ക് നബിതങ്ങൾ കയറിയപ്പോൾ അവിടെ നാമീം പറഞ്ഞതാണ്, ഒരാൾക്ക് റമളാൻ മാസം കിട്ടിയിട്ട് അവന്റെ പാപം പൊറുക്കുന്നില്ല, അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിന്റെ അവകാശിയാകുന്നില്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര വലിയ നഷ്ടവാളിയാണെന്ന് ഞാൻ നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അള്ളാഹു നൽകിയിരിക്കുന്ന ഈ അവസരം അത് പാഴാക്കി കളയാതെ എന്ത് നന്മ ചെയ്തിട്ടാണ് നമുക്ക് കരകയറാൻ കഴിയുന്നത്, ആ നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും മരണത്തിനു ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് നബിതങ്ങൾ പരിചയപ്പെടുത്തുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ നരകത്തെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോ സ്വർഗവും ആ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും ആ സ്വർഗത്തിലെ പഴങ്ങളും ആ സ്വർഗത്തിലെ കൊട്ടാരങ്ങളും ആ സ്വർഗത്തിലെ പദവികളും നബിതങ്ങൾ തന്റെ സ്വഹാബത്തിന്റെ മുമ്പിൽ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുന്നു. സ്വർഗത്തെക്കുറിച്ചാണ് നബിതങ്ങൾ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പഠിക്കണം, സ്വർഗമെന്ന് പറഞ്ഞാൽ എന്താണ്, സ്വർഗത്തിന്റെ അനുഗ്രഹം എന്താ. നബിതങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ നബിതങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന ഒരു എളുപ്പവഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോകാൻ കഴിയുന്ന ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെയോ? നബിതങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുമ്പോൾ സ്വഹാബത്ത് അവിടെന്ന് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ ഒന്ന് പറഞ്ഞു തന്നാലും സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുന്ന എളുപ്പവഴി എന്താ? നബിതങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് വഅദ് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോ ആ നടന്നു പോകുന്ന വഴിയിൽ ഒരു കല്ല് കിടക്കുന്നു, ഒരു കമ്പ് കിടക്കുന്നു, ഒരു കുപ്പിച്ചില്ല് കിടക്കുന്നു. റോഡിലൂടെ നടന്നു പോകുന്നവർക്ക് പ്രയാസമുണ്ടാകുന്ന എന്തെങ്കിലും ഒരു വസ്തു വഴിയിൽ കിടക്കുന്നത് കണ്ടാൽ ആ വസ്തു നീ എടുത്തു മാറ്റിയാൽ നിനക്ക് സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ പോകാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജനങ്ങൾക്ക് ഉപദ്രവമായി വഴിയിൽ കിടക്കുന്ന ഒരു വസ്തു എടുത്തു മാറ്റിയാൽ നിനക്ക് സ്വർഗത്തിലേക്ക് പോകാം. സ്വഹാബത്തിന് വല്ലാത്ത സന്തോഷമായി. നബിതങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം, നരകത്തിലേക്ക് പോകുന്ന ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരട്ടെയോ? അള്ളാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ഭയാനകമായ നരകത്തിലേക്ക് വീണു പോകുന്ന ഒരു പാപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് നബിതങ്ങൾ ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയെ? ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിന്റെ ഉള്ളിൽ ചിന്തയുണ്ട്, നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന പാപം കള്ളുകുടിയായിരിക്കാം, വ്യഭിചാരമായിരിക്കാം, പലിശ തിന്നുന്നതായിരിക്കാം, അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്നതായിരിക്കാം, അഹങ്കാരമായിരിക്കാം, അള്ളാഹുവിനെ മറന്നുകൊണ്ട് നടക്കലായിരിക്കാം. ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ച റബ്ബിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപമായി നബിതങ്ങളെ പറഞ്ഞു കൊടുത്ത ഒരു പാപമേതെന്നറിയുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ടല്ലോ, 6600 പരം വരുന്ന ആയത്തുകളുണ്ടല്ലോ. ആ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ടങ്ങ് മറന്നു കളയലാണ്. അതൊരു സൂറത്താകട്ടെ, ഒരായത്താകട്ടെ, ആ ഖുർആൻ മുഴുവനുമാകട്ടെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ട് മറന്നു കളഞ്ഞ ഉയരമുള്ള സ്ഥലത്ത് നിന്നൊരു സാധനം താഴേക്കിട്ടാൽ അത് എത്ര സ്പീഡിലാണോ താഴെ വന്ന് വീഴുന്നത്, അതുപോലെ മനുഷ്യൻ നരകത്തിലേക്ക് വീണു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ഞാനും നിങ്ങളും ഒന്ന് ആത്മാർത്ഥമായി ഒന്ന് ചിന്തിക്കടോ. പരിശുദ്ധമായ ഖുർആനിലെ ഒരുപാട് സൂറത്തുകളെ കാണാതെ പഠിച്ചവരാണല്ലോ, ഒരുപാട് ആയത്തുകൾ പഠിച്ച
പഠിച്ചവരാണല്ലോ. 30-ാമത്തെ ജുസുബില് പടച്ചവനെ എത്രയോ സൂറത്തുകൾ കാണാതെ പഠിച്ചവരാണ്. പടച്ചവനെ യാസീൻ ഓതാൻ പഠിച്ചവർ, റഹ്മാനെ കാണാതെ പഠിച്ചവർ, വാക്കിയ പഠിച്ചവർ, സജദ പഠിച്ചവർ, എന്തിനാ ശിഫാഇന്റെ 7 ആയത്തുകൾ പഠിച്ചവർ, ആമനർ റസൂലും മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് തുടങ്ങുന്ന ഒരുപാട് ആയത്തുകൾ അറിയാത്തവരാരുമില്ലല്ലോ. ഞാനും നിങ്ങളും ഒരുപാട് സൂറത്തുകൾ പഠിച്ചു, ഒരുപാട് ആയത്തുകൾ പഠിച്ചു. ഓർമ്മയുണ്ടോ വാപ്പാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലെ ഒരുപാട് സൂറത്തുകൾ നീ കാണാതെ പഠിച്ചവനല്ലേ പെങ്ങളെ? ഒരുപാട് അധ്യായങ്ങൾ പഠിച്ചവളല്ലേ? ഒരുപാട് ആയത്തുകൾ പഠിച്ചവരല്ലേ? ധൈര്യമായിട്ട് നിനക്ക് പറയാൻ കഴിയുമോ നീ പഠിച്ചത് മുഴുവനും നിനക്ക് ഓർമ്മയുണ്ടെന്ന്? ഞാൻ പഠിച്ച സൂറത്തുകൾ മുഴുവനും എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ളവർ എത്ര പേരാണ്? പഠിച്ചവനെ നമുക്ക് നിസാരമാണോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും നിസാരമായി പോയി. അതിന് വലിയ സ്ഥാനം കൊടുക്കുന്നില്ല. ഇന്ന് കളിയാണ്, തമാശയാണ്. ആ ഖുർആൻ ഇന്ന് മരിച്ച വീട്ടിൽ പാരായണം ചെയ്യാനുള്ള ഒരു ഗ്രന്ഥമായി ഖുർആൻ മാറിയിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, 27-ാം രാവിന്റെ അന്ന് എടുക്കാനുള്ള ഒരു ഗ്രന്ഥമായി പരിശുദ്ധമായ ഖുർആൻ ഇവിടെ നിന്ന് മാറുമ്പോ അതിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ കൊടുക്കാതെ വരുമ്പോ പേടിക്കണം ചെറുപ്പക്കാരാ. എന്റെ വാപ്പയോട് എന്റെ പെങ്ങളോട് പറയുന്നു, മോളെ അത് അല്ലാഹുവിന്റെ കലാമാ. നിനക്കൊക്കെ കളിക്കാനും തമാശ പറയാനുമുള്ളതല്ല, അത് അല്ലാഹുവിന്റെ കലാമാണ്. നീയൊക്കെ വല്ലാതെ പേടിക്കണേ. നിങ്ങൾ ഓരോരുത്തരും വല്ലാതെ ഭയപ്പെടണമടോ. ആ ഖുർആനിനെ കുറിച്ച് നിനക്കറിയാനിട്ടാണ്, ആ ഖുർആനിന്റെ മഹത്വം നിനക്കറിയാനിട്ടാണ്. ആ ഖുർആനിനെ പേടിക്കണമെന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ലൗ أنزلنا هذا القرآن على جبل لرأيته خاشعا متصديا من خشية الله. ഈ ഖുർആൻ അങ്ങാണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ, ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അല്ലാഹു വിശുദ്ധമായ ഖുർആനിലെ ഇറക്കിയതെങ്കിൽ, ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും അവിടുന്ന് തൂളികളായി പോകുമായിരുന്നു. പടച്ചവനെ അത്രത്തോളം പേടിക്കണം ഖുർആനിന്. എന്നാൽ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന പാപമേതെന്നറിയുമോ? അത് അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറന്നു കളയലാ ഉമ്മാ. ഇത് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ചില വാപ്പമാര് ചിന്തിക്കുകയാണ്, അൽഹംദുലില്ലാഹ് ഞാൻ രക്ഷപ്പെട്ടല്ലോ, ഞാൻ ഖുർആൻ പഠിച്ചവനല്ല, എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരാ, ഖുർആൻ പഠിക്കാത്തവനെ കുറിച്ചല്ല, ഖുർആൻ പഠിച്ചവനെ കുറിച്ചല്ല, ഖുർആൻ മറന്നവനെ കുറിച്ചല്ല, പാരായണം ചെയ്യാത്തവനെ കുറിച്ചല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്തെങ്കിലും ഇരിക്കുന്ന ഓരോ കേട്ടവരാണല്ലോ. എനിക്ക് മുമ്പ് ഖിറാഅത്ത് നടത്തിയ ഉസ്താദ്, തബാറകല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറാ. വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പാരായണം ചെയ്യുന്നത് കേട്ടവരാണല്ലോ. എത്ര പേരാ പരിഗണിച്ചത്? എത്ര പേരാണ് പരിഗണിച്ചത്? ഓതിയത് അല്ലാഹുവിന്റെ കലാമായിരുന്നല്ലോ, പരിശുദ്ധമായ ഖുർആനായിരുന്നല്ലോ. നിങ്ങളിൽ എത്ര പേരാണ് ആ ഖുർആൻ കേട്ടത്? എത്ര പേരാണ് പരിഗണിച്ചത്? ഒരു ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ കളയാനുള്ള പാട്ടല്ലല്ലോ അല്ലാഹുവിന്റെ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന കളിയല്ല ചെറുപ്പക്കാരാ, നിങ്ങളുടെ കളികളൊന്നും അല്ലാഹുവിനോട് വേണ്ട. ആ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടിട്ട് നീ അതിനെ ബഹുമാനിക്കണേ, നീ അതിനെ ആദരിക്കണേ, നീ അതിനെ ജീവിതത്തിലേക്ക് പിൻപറ്റണേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്ത ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? കള്ളു കുടിക്കുന്നവന്റെയും വ്യഭിചരിക്കുന്നവന്റെയും പലിശ തിന്നുന്ന
ചെയ്യുന്നവന്റെയും ശിർക്ക് ചെയ്യുന്നവന്റെയും നിസ്കരിക്കാത്തവന്റെയും നോമ്പ് പിടിക്കാത്തവന്റെ ശിക്ഷയല്ല. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് കേട്ടിട്ട്, അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്തെങ്കിലും നിങ്ങളൊക്കെ ജീവിതത്തിൽ കേട്ടവരാ. നിങ്ങൾ എന്ത് വിചാരിച്ചാൽ ഇങ്ങനെ കേട്ട് കളയാൻ ഉസ്താദന്മാർക്ക് പിരിക്കാനുള്ളതാണെന്ന് അല്ല. അള്ളാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാത്തവന് അള്ളാഹു 10 ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ കേട്ടാൽ അത് അള്ളാഹുവിന്റെ കലാമ. കേൾക്കണം നീ, അത് നിനക്ക് വേണ്ടി ഖുർആൻ ഇറങ്ങിയ മാസമാ. അള്ളാഹു പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാണ് ഈ മാസം. ഈ മാസത്തിൽ ഖുർആനിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഖുർആൻ പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം, മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കണം. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു 60 ഖത്തം ഓതുമായിരുന്നു റമളാനിൽ. 60 ഖത്തം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ഒറ്റ രാത്രിയിൽ 2 റക്അത്ത് നിസ്കാരത്തിൽ ഖത്തം തീർക്കുമായിരുന്നു. 60 ഖത്തം ഇമാം ഷാഫി തങ്ങൾ തീർത്തു. 6 പേജെങ്കിലും ഓതിയോ കാക്കാ നിങ്ങൾ? ഏതാത്താ നീ ഒരു 6 പേജെങ്കിലും ഓതിയോ? റമദാനിന്റെ 22ാമത്തെ നിയ്യത്ത് ചെയ്തിട്ടിരിക്കാൻ നീ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധം നമ്മൾ ചിന്തിക്ക്. വിടില്ല അള്ളാഹു ഒന്നിനെയും. അള്ളാഹു നിങ്ങളെ ഒറ്റ ഒരെണ്ണത്തിനെയും വെറുതെ വിടൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പേടിക്കല്ലേ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. തുടങ്ങിയതല്ലേ ഉള്ളൂ, ഇനി അടുത്തത് പറയാൻ തുടങ്ങല്ലേ. അള്ളാഹുവിന്റെ ഖുർആനിനെ പരിഗണിക്കാത്തവൻ അള്ളാഹു തരുന്ന ശിക്ഷ എന്താ? നമ്മൾ പേടിക്കണം, നമ്മൾ വല്ലാതെ ഭയപ്പെടണം. നമ്മൾ കഞ്ചാവും കള്ളും പെണ്ണും മാത്രമൊന്നും അല്ലടോ. എല്ലാവരും ലഹരിയുടെ പുറകില്ല. എല്ലാവർക്കും ലഹരിയെ കുറിച്ചാ ചർച്ച. എന്നാൽ ലഹരിയെക്കാളും വലിയ വിപത്തുകൾ വേറെ പലതും ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ മറന്നുപോകുന്നു. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കിന്ന് ലഹരിയാണ്. എല്ലാവരും എന്ത് പറഞ്ഞാലും ഫസ്റ്റ് പറയുന്നതോ കഞ്ചാവാന്ന്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തില്ലെങ്കിൽ അള്ളാഹു തരുന്ന 1ാമത്തെ ശിക്ഷ എന്താ? ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്, ആ ഖുർആനിന് കൊടുക്കാത്ത പരിഗണന കൊടുക്കാത്തവൻ അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ? ഈ സദസ്സിലിരിക്കുന്ന മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്താ? എന്റെ ഉസ്താദെ, എന്റെ മക്കൾ ഇങ്ങനെ ആയിപ്പോയി. അവന് 15 വയസ്സ്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, +1 പഠിക്കുന്നു, +2 പഠിക്കുന്നു. എന്തേ ഉസ്താദ് ഇങ്ങനെ? എന്റെ മോൻ എന്തേ കഞ്ചാവ് അടിക്കുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, അവൻ ഉമ്മാനെ തല്ലാൻ വരുന്നു ഉസ്താദെ. വാപ്പയുടെ നേരെ ചീത്ത വിളിക്കുന്നു, അവന് 15 വയസ്സല്ലേ ആയുള്ളൂ. എന്തേ ഉസ്താദ് ഇങ്ങനെ ആയിപ്പോയെ? എത്ര ഉപദേശിച്ചു ഞാനവനെ എത്ര ഉപദേശിച്ചു, എത്ര വഴല് കൽപ്പിച്ചു കൊടുത്തു. ഉസ്താദന്മാരുടെ അടുക്കൽ കൊണ്ടുപോയിട്ട് അവനെ കൗൺസിലിംഗ് എടുത്തു നോക്കി. എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും മക്കള് കാരണം കരയുന്ന ഒരുപാട് മാതാപിതാക്കൾ ഈ കൂട്ടത്തിലുണ്ട്. ഈ ചിരിച്ചും കളിച്ചിരിക്കുന്ന ഉമ്മയ്ക്ക് പേടിയാണ് തന്റെ മകനെ വല്ലാതെ പേടി. കാരണം ഇപ്പൊ ഉമ്മമാരുടെ ട്രെൻഡ് അതങ്ങനെ. എല്ലാരും ഇപ്പൊ ഉമ്മാനെയാ കൊല്ലുന്നത്. സൂക്ഷിച്ചോ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പം മക്കൾക്ക് ഉമ്മമാരോടാണ് സ്നേഹം കൂടുതൽ. പാപ്പമാരുണ്ട് കേട്ടാ, പാപ്പമാര് പിന്നെ നാട്ടിലില്ലാത്തതുകൊണ്ടാ. എനിക്ക് തോന്നുന്നത് വെഞ്ഞാറുമൂടുള്ള ആ വാപ്പ രക്ഷപ്പെട്ടത് ഗൾഫിലായതുകൊണ്ടാ. നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ടത് അവിടെയാ. അദ്ദേഹം രക്ഷപ്പെട്ടത് പോയത് പ്രവാസിയായതുകൊണ്ടാ. മക്കളിപ്പോ മാതാപിതാക്കളെ എല്ലാ ദിവസവും പത്രം എടുത്തു നോക്കുമ്പോ ഇന്ന് കൊലപാതകമെന്ന് പറയുന്നത് ഒരു സാധാരണ വാർത്തയായി മാറി. എല്ലാം ഇങ്ങനെ വാപ്പ മക്കള് മാതാപിതാക്കളെ കൊല്ലുന്നു, കഴുത്തറുത്ത് കൊല്ലുന്നു, ഗ്യാസ് കുറ്റിക്ക് തല്ലിക്കൊല്ലുന്നു, എന്താ പറയാ, ഓരോ സാധനങ്ങൾ കൊണ്ട് മാതാപിതാക്കൾ മക്കളെങ്ങനെ തല്ലിക്കൊല്ലുക. കൂടപ്പുറപ്പും തല്ലി. ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ കൊല്ലുന്നു. അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലിരിക്കുന്ന മാതാപിതാക്കളുടെ ടെൻഷൻ, അള്ളാഹുവേ എന്റെ മക്കള് നന്നാകണേ അല്ല, എന്റെ മക്കള് നന്നാകണേ അല്ല, ഈ ആഗ്രഹം. എന്നാ മക്കളുടെ സങ്കടം എന്താ? എന്റെ പൊന്നാര പടച്ച റബ്ബേ, എന്റെ വാപ്പായ്ക്ക് പ്രായമായി, എന്തേ അല്ല ഈ ചങ്ങാതി നന്നാകാത്തെ? മക്കളുടെ ടെൻഷൻ എന്താ? എന്റെ വാപ്പയുടെ മുടിയൊക്കെ നരച്ചു പോയി, വാപ്പാന് പ്രായമായല്ല, എന്നിട്ട് ഈ ചങ്ങാതി നേരെയാകണില്ലല്ലോ റബ്ബേ. എന്റെ അല്ല എന്റെ ഉമ്മ ഇങ്ങനെ ആയിപ്പോയെ. മക്കളുടെ ടെൻഷനാ. ഉമ്മാന്റെ അടുക്കൽ പോയിട്ട് എന്തെങ്കിലും പറഞ്ഞാ പച്ച തെറി വിളിക്കുക. ഉമ്മ ചീത്ത വിളിക്കുന്നു, ഉമ്മ ശപിക്കുന്നു, പ്രാവുന്നു. ഉമ്മാന്റെ അടുക്ക പോയി ആർക്കും എന്തും പറയാന്. ഇങ്ങനെ മക്കൾ അത്ഭുതപ്പെടുന്നു. ഈ തള്ള എന്തേ പടച്ചവനെ നന്നാകാത്തത്? ഏത് മനുഷ്യനും പ്രായമാകുമ്പോ നന്നാകുമല്ലോ, എന്തേ നന്നാകാത്ത? ആ നന്നാകാത്തതിന്റെ കാരണം ഞാൻ പറയാം.
എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിന്റെ ഖുർആൻ പറയാ, എത്ര ഉപദേശിച്ചിട്ടും പടച്ചവനെ നിന്റെ പൊന്നാര മകള് കണ്ടവന്റെ കൂടെ ഇറങ്ങി പോവാ. 18-20 വയസ്സുള്ള പെൺകുട്ടി അമുസ്ലിമായ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങി പോകുമ്പോ വാപ്പ കരയുകയാണ്, ഉമ്മ കരയുകയാണ്, കൂടപ്പുറപ്പ് കരയുകയാണ്. എല്ലാവരും ആ പൊന്നുമകളുടെ മുമ്പിൽ കിടന്ന് നിലവിളിച്ച് കരയുമ്പോ നിങ്ങൾ അവളുടെ മുഖത്തൊന്ന് നോക്കടോ, എന്തൊരു ചിരിയാണെന്നറിയോ. ഒരു മാറ്റവുമില്ലടോ. പെറ്റതള്ള 10 മാസം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയെന്നത് പ്രസവിച്ച മാതാവ് തന്റെ പൊന്നാര മകളുടെ കാല് പിടിച്ചിട്ട് കരയുകയാ, പോകല്ലേ പോകല്ലേ പോകല്ലേ. അവള് കേട്ടതുപോലെ നടിക്കുന്നില്ലടോ, അവൾക്ക് കേട്ട പരിചയം പോലുമില്ലടോ. എന്നും ചിരിക്കുന്ന മുഖത്തോടെ തല ഉയർത്തി വീട്ടിലേക്ക് പുതിയമായി കയറി വരുന്ന വാപ്പ പൊന്നാര മകളുടെ മുമ്പിൽ തലകുനിച്ച് നിന്നിട്ട് കരയുകയാ, മോളെ നാണം കെടുത്തരുത്, ഇനി ആത്മഹത്യ ചെയ്യലല്ലാതെ വേറൊരു വഴിയുമില്ല. പടച്ചവനെ, ആ പൊന്നുമോള് കേട്ട പരിചയം കാണിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചെറുപ്പക്കാര് 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്നവന് അവന് വാപ്പയത്തെല്ലാം കൈപൊക്കാ വളർന്നിരിക്കുകയാണ്. എത്രത്തോളം വളർന്നറിയുമോ? മാതാപിതാക്കളത്തെല്ലാം നമ്മുടെ മക്കൾ വളരുകയാണ്. പടച്ചവനെ, ഉമ്മയുടെ നേരെ കിടന്ന് ചീത്ത വിളിക്കുകയാണ്, ഉമ്മാനെ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറയുകയാണ്. പടച്ചവനെ, അതാ മക്കള് മാതാപിതാക്കളെ തല്ലുകയാണോ? എത്രയൊക്കെ സ്നേഹിച്ച് വളർത്തിയിട്ടും എന്തെല്ലാം ചോദിക്കുന്നത് വാങ്ങിക്കൊടുത്തിട്ടും എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടോ? മാതാപിതാക്കളെ തല്ലുന്നത്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നത് കഞ്ചാവടിച്ച് നടക്കുന്നവര് മാത്രമല്ല, പടച്ചവനെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവര് മാത്രമല്ല, കള്ള് കുടിക്കുന്നവന് മാത്രമല്ല, 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കുകയും എല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മുമ്പിൽ നിൽക്കുന്നവനും ഉമ്മാനെ തല്ലുകയാണ്, വാപ്പയെ വേദനിപ്പിക്കുകയാണ്, വീടിന്റെ അകത്ത് പ്രശ്നമുണ്ടാക്കുകയാണ്. പടച്ചവനെ, ഇന്നത്തെ കുട്ടികൾക്ക് പണം മതിയടോ, പൈസയ്ക്ക് വേണ്ടി മാതാപിതാക്കളെ തല്ലുന്ന മക്കളുടെ കാലമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്? എന്തേ നന്നാകാത്തത്? എന്തേ നന്നാകാത്തത്? ആ നന്നാകാത്തതിന്റെ കാരണമാ ഞാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ പറയുകയാ, വമൻ അളലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അറദ അൻഹാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് പരിഗണിക്കാതെ നടക്കുന്നവർ, അല്ലാഹുവിന്റെ കലാമിന്, ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാത്തവർ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹു പറയുകയാണ്, വഇന തദൂഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. ഞാനല്ല പറയുന്നത്, അല്ലാഹുവാ പറയുന്നത്. പേടിക്കണേ മുസ്ലിമേ, പേടിക്കണേ മുസ്ലിമേ. അല്ലാഹു പറയുകയാണ്, വൈന തദൂഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. ഒരിക്കലും നന്നാകില്ലടോ, ഒരു കാലത്തും നന്നാകില്ലടോ. പടച്ചവനെ, അല്ലാഹുവിന്റെ ഖുർആനിനെ പരിഗണിക്കാതെ നടക്കുന്നവരുണ്ടല്ലോ, അതിനെ പരിഹസിക്കുന്നവരുണ്ടല്ലോ, അതിനെ കളിയാക്കുന്നവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, അവന്റെ ഹൃദയത്തിന്റെ അകത്ത് ഈമാനിന്റെ വെളിച്ചം കേറൂല, അവന്റെ ഹൃദയത്തിന്റെ അകത്ത് ഹിദായത്തിന്റെ വെളിച്ചം കേറൂല. അവനെ നന്നാക്കാൻ ആരെക്കൊണ്ടും പറ്റില്ലടോ. നീയൊക്കെ തലകുത്തിക്കിടന്ന് ഉപദേശിച്ചാലും ഇന്നത്തെ മക്കളെ നന്നാക്കാൻ പറ്റൂല. കാരണം എന്തെന്നറിയുമോ? നീ കരയുന്നത് വരെ കാണൂല, നീ പറയുന്നത് വരെ കേൾക്കൂല. ഇത് ഞാൻ പറഞ്ഞതല്ല, അല്ലാഹു പറഞ്ഞതാണ്. വൈദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നീ റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ.
നിന്റെ മോന്റെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാ വാപ്പാ. നിന്റെ പൊന്നുമോളുടെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാ. എടാ ചെറുപ്പക്കാരാ, 50 വയസ്സുള്ള നിന്റെ വാപ്പ നന്നാകാത്തതിന്റെ കാരണം അറിയുമോ? നിന്റെ വാപ്പയുടെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാ. നിന്റെ ഉമ്മയുടെ ഹൃദയം അല്ലാഹു സീല് വെച്ചിരിക്കുകയാ. അല്ലാഹു ചെവി അടച്ചു വെക്കും, അവന്റെ ഹൃദയം അല്ലാഹു സീല് വെക്കും. പിന്നെ നിന്നെ നന്നാക്കാൻ ആരെ കൊണ്ടാ കഴിയുക? അല്ലാഹു സീല് വെച്ച് കഴിഞ്ഞല്ലോ. ആ ലോകത്തിന്റെ അധിപനായ അല്ലാഹു നിന്റെ ഹൃദയം സീല് വെച്ചാൽ ആ സീല് പൊട്ടിക്കാൻ ലോകത്താരെ കൊണ്ടാ കഴിയുക? എഴുതി തെള്ളുമടാ ചെറുപ്പക്കാരാ. ഇന്ന് സോഷ്യൽ മീഡിയ എടുത്ത് നോക്ക്, അഹങ്കാരം കാണിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അവർക്ക് പുച്ഛമാടോ, അവർക്ക് ഇന്ന് പരിഹാസമാടോ, അവർക്ക് ദീനെന്ന് പറഞ്ഞാ കളിക്കാനുള്ളതാടോ? എന്തൊരു പരിഹാസമാണെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നന്നാകാത്തതിന്റെ കാരണം എത്ര പറഞ്ഞാലും അവര് കേൾക്കൂല, എത്ര പറഞ്ഞാലും അവർക്ക് തിരിയൂല. കാരണം നീ പറയുന്നത് അവര് കേൾക്കാറില്ല. അവരുടെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാണ്, അവരുടെ ഹൃദയം അല്ലാഹു സീല് വെച്ചിരിക്കുകയാണ്. ഇത് വല്ലാത്ത ഒരു ശിക്ഷയാണോ? പേടിക്കേണ്ട കാര്യമാ സഹോദരാ. അല്ലാഹു എഴുതി തെള്ളിക്കളഞ്ഞാൽ പിന്നെ നീ ആരാണെന്നറിയോ? നീ എത്ര വലിയ നഷ്ടപാളിയാണെന്നറിയുമോ? അതുകൊണ്ട് ഖുർആനിനോട് കളിക്കരുത്, അല്ലാഹുവിന്റെ കലാമിനെ പരിഹസിക്കരുത്. അല്ലാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷ, വൈന തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. നിന്റെ ഹൃദയത്തിന്റെ ഗത്തിമാൻ കീറൂല, ഒരു കാലത്തും നീ നന്നാകൂല. നിന്നെ നന്നാക്കാൻ ആരെ കൊണ്ടും പറ്റൂല. പടച്ചവൻ നിന്നെ എഴുതി തെള്ളുകയാണ്. അത് വല്ലാതെ പേടിക്കേണ്ട ഒരു കാര്യമാണ് സഹോദരാ. ചോദിക്കുമല്ലോ, ഇവൻ എന്തേ ഇങ്ങനെ ആയിപ്പോയത്? ഇവന് മരിക്കണമെന്ന് ചിന്തയില്ല, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ പോകേണ്ടവനാണെന്നുള്ള ചിന്തയില്ല. ഇവൻ മുസ്ലിം പേരിട്ടുകൊണ്ട് നടക്കുകയാണല്ലോ. എന്താണ് കാണിക്കുന്നത് സഹോദരാ? എഴുതി തെള്ളിയാൽ അങ്ങനെയാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, ഖുർആനിനെ പരിഗണിക്കാത്തവൻ അല്ലാഹു എഴുതി തെള്ളുകയാണ്. അവനെ പടച്ചവൻ അവന്റെ ഹൃദയം സീല് വെക്കുകയാണ്. പെങ്ങളെ, രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? വമൻ അളിമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് മോനെ നിസ്കരിക്കണേ, പൊന്നുമോനെ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണേ പെങ്ങള്. മോളെ തലമറയ്ക്കണേ, നിന്റെ ഒരു മുടി പോലും പുറത്ത് കാണിക്കാൻ പാടില്ല. നാളെ അല്ലാഹുവിന്റെ നരകത്തിലെ തൊപ്പി നിന്റെ തലയിൽ ധരിപ്പിക്കുകയാണ്. അതുകൊണ്ട് പടച്ചവനെ പേടിച്ച് ജീവിക്കണേ എന്ന് പറയുമ്പോ ഇന്നത്തെ ചെറുപ്പക്കാരോട് പറയുന്ന മക്കളെ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കടാ. മരണമുണ്ടടാ, ഖബറുണ്ടടാ, നരകമുണ്ടടാ, മസ്സറയുണ്ടടാ. ഇന്നത്തെ യുവതലമുറയോട് പറഞ്ഞു കൊടുത്താൽ ഞാനും നിങ്ങളും പേടിക്കേണ്ട വിഷയം കള്ളും കഞ്ചാവും മയക്കുമരുന്നും മാത്രമല്ലടോ. നമ്മൾ ഭയപ്പെടേണ്ട ഏറ്റവും വലിയ വിഷയം എന്തെന്നറിയുമോ? ഇന്നത്തെ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസമില്ലടോ, അല്ലാഹുവിൽ വിശ്വാസമില്ലടോ. നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് അല്ലാഹുവിനെ വിശ്വാസമില്ല, അവർക്ക് നരകത്തിൽ വിശ്വാസമില്ല, സ്വർഗമുണ്ടെന്നവർ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണോ, ഇരിക്കുന്ന ചെറുപ്പക്കാരോട്, ഒരുപാട് വിദ്യാഭ്യാസമുണ്ടെന്ന് പറയുന്ന മക്കളോട്, അവരോട് നിങ്ങൾ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂ. ഇന്നത്തെ മക്കളോട് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ, മക്കളെ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു തന്നാൽ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വർഗത്തിലൊരു മരമുണ്ട്, ഒരു തണൽ വൃക്ഷമുണ്ട്. ആ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യൻ വാഹനപ്പുറത്ത് സഞ്ചരിക്കുകയാണ്. 100 കൊല്ലം സഞ്ചരിച്ചാൽ
ഇന്നത്തെ കുട്ടികൾക്ക് അള്ളാഹുവിനെയോ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് വിശ്വാസം തന്നെ ഇല്ലടോ. പിന്നല്ലേ ബാക്കി കള്ളും കഞ്ചാവ് അടിക്കുന്നൊക്കെ പിന്നെയല്ലേ. ഇന്നത്തെ എത്ര മക്കൾക്ക് വിശ്വാസമുള്ള? ഞാൻ ചോദിക്കട്ടെ, സ്വർഗത്തിലെ ഒരു മരത്തിന്റെ വലിപ്പം നബിതങ്ങൾ പറയുന്നു, ആ മരത്തിന്റെ ചുവട്ടിലൂടെ 100 കൊല്ലം ഒരു മനുഷ്യൻ വാഹനത്തിൽ സഞ്ചരിച്ചാൽ വിട്ടുകിടക്കാൻ പറ്റാത്ത ഒരു മരം സ്വർഗത്തിലുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. ഇന്നത്തെ കുട്ടികളോട് ഇത് പോയി പറഞ്ഞാൽ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കും, എന്തൊരു തെള്ളല ഉസ്താദേ ഇത്, ഇതെന്ത് തെള്ളല നിങ്ങൾ തെള്ളണത്? ഒരു മരം 100 കൊല്ലം വാഹനത്തിൽ സഞ്ചരിച്ചാലും വിട്ടുകിടക്കാൻ കഴിയാത്ത ഒരു മരമുണ്ടെന്ന് പറഞ്ഞാൽ ആ പറയുന്നവനെ ഇവര് ട്രോളും. അതാണ് ഇന്നത്തെ തലമുറ. ഇന്നത്തെ തലമുറ മക്കളെ തലയിലൊക്കെ തുണിയിടണം, മുടിയൊന്നും പുറത്തു കാണിക്കരുത്. നരകത്തിലധികവും പെണ്ണുങ്ങളാ. അപ്പൊ പെൺകുട്ടികൾ ചോദിക്കും, ഉസ്താദേ ദുനിയാവിലെ തീ നരകത്തിലെ തീയുടെ 70 അംശമുണ്ടെന്ന് പറഞ്ഞാൽ കുട്ടികൾ കളിയാക്കും. കാരണം അവർക്ക് വിശ്വാസമില്ല. അതുകൊണ്ടല്ലേ ഇന്ന് ഈ അടുത്തൊരു പെൺകുട്ടി പറയുന്നു, സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? സ്വർഗം കാണണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, നടന്നു പോകുന്ന സമയത്ത് കാലൊന്ന് എവിടെങ്കിലും തട്ടിയാ അപ്പൊ സ്വർഗം കാണാം, അത്രേ ഉള്ളൂ സ്വർഗം. അതാണ് സ്വർഗം. കളിയാക്കാൻ നിസ്കാര കുപ്പായ ഇട്ടിട്ടാ നമ്മുടെ മക്കൾ ഇന്ന് ഡാൻസ് ചെയ്യുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നോമ്പ്, റമദാൻ, സുബ്ഹാനല്ലാഹ്, പരിഹസിക്കുക. ഇതൊക്കെ പറയുമ്പോൾ ട്രോളും കളിയാക്കൽ. ഇന്ന് അതാടോ ഏറ്റവും വലിയ നാശം. കഞ്ചാവല്ല. കഞ്ചാവ് എല്ലാരും അടിക്കോ? എല്ലാരും കഞ്ചാവ് അടിക്കത്തില്ല, എല്ലാരും മയക്കുമരുന്ന് ഉപയോഗിക്കത്തില്ല. ഇതാടോ നമ്മൾ ഭയപ്പെടേണ്ടത്? കള്ളിനെയും കഞ്ചാവിനെയും ഭയപ്പെടണ്ടെന്നല്ല, ഇത് നമ്മൾ ഭയപ്പെടണം. ഇത് ദീനില്ലാതെ പോകുന്നു, ദീനുമായിട്ട് ബന്ധമില്ലാതെ പോകുന്നു. ഇന്നത്തെ കുട്ടികളോട് ദീൻ പറഞ്ഞു കൊടുത്താൽ പറയും, ഉസ്താദ് ജീവിതം ആസ്വദിക്കാനുള്ളത്, അല്ലാതെ നിങ്ങൾ പറയണത് പോലെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ? കാണരുത്, കേൾക്കരുത്, പറയരുത്, തുടരുത്, പിടിക്കരുത്, തിന്നരുത്, അല്ലേ? ഇന്നത്തെ കുട്ടികൾ ചോദിക്കുന്നു, ഉസ്താദ് ഇതൊക്കെ എന്തൊരു തള്ളല. നരകത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്ത നമ്മുടെ മക്കളോട്. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സ്വപ്നലോകമൊന്നുമല്ല സ്വർഗം. അതങ്ങട്ട് ചിന്തിക്കണം. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇല്ലാത്ത കെട്ടുകഥയല്ലടാ. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ എല്ലാവർക്കും 33 വയസ്സാ. വേണമെങ്കിൽ വിശ്വസിച്ചാ മതികടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ എല്ലാവർക്കും 33 വയസ്സാണ്. അവിടെ കറുത്തവരില്ല, ഇരുനിറമുള്ളവരില്ല, ഗ്ലാമർ കൂടിയവരില്ല. എല്ലാവർക്കും മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, ഈജിപ്തിലെ പെണ്ണുങ്ങള് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു പോയപ്പോ ആ യൂസുഫ് നബിയുടെ ഗ്ലാമർ കണ്ടിട്ടാണ് കയ്യിലിരുന്ന കാപ്പിള് പോലും, കൈവിരൽ പോലും അവര് മുറിച്ചതെന്ന് ചരിത്രം പറയുകയാണ്. ആ യൂസുഫ് നബിയുടെ ഗ്ലാമറാണ് സ്വർഗവാസികൾക്ക്. അവിടെ കഷ്ടപ്പാടില്ല, ജോലിക്ക് പോകണ്ട, ദാരിദ്ര്യമില്ല, രോഗമില്ല, പ്രയാസമില്ല. പടച്ചവനേ, അവിടെ നിസ്കരിക്കണ്ട, നോമ്പ് പിടിക്കണ്ട, സദക്ക കൊടുക്കണ്ട, വഅദ് കേൾക്കണ്ട, വഅദ് പറയണ്ട, പിരിവില്ല. പടച്ചവനെ, സ്വർഗമെന്ന് പറഞ്ഞാൽ അതാണ്. പെങ്ങളെ, അവിടെ കടന്ന് കഷ്ടപ്പാടോ ജോലിയോ മിറ്റമടിക്കലോ ചോറുവപ്പലോ ഒന്നും നിനക്കില്ല പെങ്ങളെ. അതിലുണ്ട് മന്ദിരി, തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീയൊരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. സ്വർഗമെന്ന് പറഞ്ഞാൽ അതാ പോലെ. അവിടെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണ്ട, മക്കളെ പഠിപ്പിക്കണ്ട, ജോലിക്ക് പോകണ്ട, വിളക്കേണ്ട, പൂട്ടേണ്ട, വെയിൽ കൊള്ളേണ്ട. അവിടെ കഷ്ടപ്പാടില്ല, ദുരിതമില്ല. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. ആ സ്വർഗത്തിലാടാ ഞങ്ങളൊക്കെ പോകാ കുതിക്കുന്നത്. ഇന്നത്തെ യുവതലമുറ പറയുന്ന ഉസ്താദേ, നിങ്ങളെ
നരകമുണ്ടെന്ന് പറയുന്നല്ലോ. എവിടെയായിരിക്കുന്നത്? ആകാശത്തിന്റെ മുകളിലാണോ, ഭൂമിയുടെ അടിയിലാണോ, അതോ കടലിനടിയിലാണോ? എവിടെയാണ് എത്രയും വലിയ നരകമിരിക്കുന്നതെന്ന് പരിഹസിക്കുന്ന പെങ്ങള്. എന്റെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളോട് ചോദിക്കട്ടെ, മോളെ നിനക്ക് നരകം കാണണോ? നിനക്ക് നരകം കാണണോ? നീ ഞങ്ങളെ പരിഹസിക്കുന്നു. എന്നാൽ എന്റെ പെങ്ങളോട് ചോദിക്കട്ടെ, മോളെ കണ്ണുകൊണ്ട് കണ്ടാ നീ വിശ്വസിക്കുമോ? അതിനെക്കാളും വലിയ തെളിവില്ലല്ലോ, അതിനെക്കാളും വലിയ തെളിവില്ലല്ലോ. ആ നരകത്തെ നിന്റെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ? എങ്ങനെ കാണും പെണ്ണേ, കാണുമടാ ചെറുപ്പക്കാരാ. എപ്പോഴാണ് നരകത്തെ കാണുന്നതെന്നറിയുമോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക്, സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, എഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, മലദ്വാരങ്ങളിൽ കുടികുത്തി വെച്ച് വരുന്നവർ, പുഴുത്തു നാറിയവരെ പോലെ വരുന്നവർ, ഇതുപോലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് ഉടുതുണിയില്ലാതെ പേടിച്ചു വിറച്ചുകൊണ്ട് ഞാനും നിങ്ങളും എഴുന്നേറ്റ് വരുന്ന അല്ലാഹുവിന്റെ പരലോകമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ. പെങ്ങളെ ഇട്ടിരിക്കുന്ന ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ വല്ലാതെ പ്രയാസപ്പെടുന്നില്ലേ ഉസ്താദേ? വല്ലാത്ത ചൂടാ, വല്ലാത്ത ചൂടാ. രാത്രി 11:30 നിനക്ക് വല്ലാത്ത ചൂടെടുക്കുന്നതെങ്കിൽ ചെമ്പിന്റെ തറയിൽ തുണിയില്ലാതെ ഞാനും നിങ്ങളും നിൽക്കുന്ന ഒരു ദിവസമുണ്ടോ? 15,15,00,000 കിലോമീറ്റർ മുകളിൽ നിന്നിരിക്കുന്ന സൂര്യനുണ്ടല്ലോ. അന്ന് നിന്റെ തലയുടെ ഒരു ചാട് മുകളിലാ, ഒരു ചാട് മുകളിലേക്ക് ആ സൂര്യനെ അല്ലാഹു താഴ്ത്തും പെണ്ണ്. അന്നാണ് ചൂടനുഭവിക്കുന്നത്, അന്നാണ് വിയർക്കുന്നത്. അല്ലാതെ ഇതൊന്നും ചൂടും വിയർപ്പുമല്ല. ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാ കോള. നിന്റെ ഉമ്മ ചോറ് വെക്കാറില്ലേ മോനെ? നീ അടുക്കളയിൽ പോയി നോക്കു പെങ്ങള്. ആ ചോറ് വെക്കുന്ന കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ചിട്ട് കലത്തിന്റെ മുകളിലൂടെ നിറഞ്ഞിങ്ങനെ കവിയാറുണ്ടല്ലോ. എന്നാ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മസ്സറ. അല്ലാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോ മുഖറബുൽ അംലാക്കും മലക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിനോട് പറയുന്നു, മാലിക് നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. മാലിക് കരയുകയാണ്. എങ്ങനെയാണ് ജിബ്രീൽ, എങ്ങനെയാണ് ജിബ്രീൽ? പെങ്ങളെ നരകം കണ്ടതിന് ശേഷം മരിക്കുന്ന കാലം വരെ ചിരിക്കാത്ത മലക്കാട് മാലിക് എങ്ങനാ നരകത്തെ കൊണ്ടുവരിക? അല്ലാഹുവിന്റെ കൽപ്പനയാണെന്ന് പറയുമ്പോ പടച്ചവനെ തന്റെ മലക്കുകളെ വിളിക്കുകയാണ്, തന്റെ അനുയായികളെ വിളിക്കുകയാ. 70,000 ചങ്ങല കൊണ്ടുവരാൻ 70,000 ചങ്ങലകൾ വലിച്ചു കൊണ്ടുവരികയാ.
കെട്ടുകയാണ്. നരകത്തെ കെട്ടുമടാ ചെറുപ്പക്കാരാ. 70,000 ചങ്ങല കൊണ്ടുവന്ന് നരകത്തെ അങ്ങ് കെട്ടുകയാണ്. ആനയെ കെട്ടുന്ന ചങ്ങല കണ്ടിട്ടുണ്ടോ? കൊളുത്തുകൾ കൊണ്ടല്ലേ ചങ്ങല ഉണ്ടാക്കുന്നത്. എന്നാ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയുടെ വലുപ്പമല്ല, കൊളുത്തിന്റെ വലുപ്പമുണ്ടല്ലോ. ഈ കാണുന്ന ദുനിയാവിനെക്കാളും വലുതാ. ഒരു കൊളുത്തി ദുനിയാവിനെക്കാളും വലുപ്പമുള്ളതാ. അതുപോലെയുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടാക്കി 70,000 ചങ്ങല കൊണ്ടുവന്ന് നരകത്തെ അങ്ങ് ബന്ധിപ്പിക്കുകയാ. എന്നിട്ട് ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ പിടിക്കുകയാണ്. എന്നിട്ട് കരഞ്ഞു പിടിച്ചുകൊണ്ട് തലതാട്ടി പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ആ നരകത്തെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുമ്പോ സിറാജേ നരകം എവിടെയാണെന്ന് ചോദിച്ച പെണ്ണേ, നീ അല്ലാഹുവോട് പറയുന്നത് എന്തെന്നറിയോ? എടാ ചെറുപ്പക്കാരാ, നീ അല്ലാഹുവോട് പറയുന്നത് എന്തെന്നറിയുമോ? റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു റബ്ബേ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് നരകം കണ്ടു പടച്ചവനെ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് നരകം കണ്ടു, നരകത്തിന്റെ തീ കണ്ടു, നരകത്തിന്റെ വലുപ്പം കണ്ടു, നരകത്തിന്റെ അദാബ് കണ്ടു. എന്റെ ചെവി കൊണ്ട് ഞാൻ ആ നരകം കടന്ന് അട്ടഹസിക്കുന്നത് ഞാൻ കേട്ടു റബ്ബേ. ഫർജിഅനാ, എന്നെ ഒന്ന് മടക്കണേ എന്ന് കരയുമെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, ഉസ്താദേ നിങ്ങൾ എത്ര വഅദ് പറഞ്ഞാലും ഞങ്ങൾ നന്നാകില്ല. ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാ, ഈ ജീവിതം സുഖിക്കാനുള്ളതാ. സുഖിച്ചോടാ ചെറുപ്പക്കാരാ, ആസ്വദിച്ചോ പെങ്ങള്. എങ്ങനെ വേണമെങ്കിലും നടന്നോ, എന്തു വേണമെങ്കിലും ചെയ്തോ. പക്ഷേ നീയൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്നവനെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന, ട്രോളുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, എവിടെ പോകാനാ മക്കള്? ഓന്തോടിയാ എവിടെ വരെ ഓടാരാ? ഓന്തോടുന്നതിന് ഒരു പരിധിയുണ്ടോ? നീയൊക്കെ എവിടെ വരെ പോകാനാ? ഇത് ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതാ. അല്ലാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ. ഒന്നാമത്തെ ആയത്ത് ഏതാണെന്നറിയുമോ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇത് നിനക്കറിയുമല്ലോ. എന്നാൽ അവസാനത്തെ ആയത്ത് ഏതാ? അല്ലാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്തേതാ? മറക്കല്ലേ പൊന്നുമക്കള്, ഏതായത്ത് മറന്നാലും മറന്നു പോകരുത്. എന്റെ പെൺകുട്ടികളോട്, എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, ഏതായത്ത് മറന്നാലും മറന്നു പോകാതിരിക്കാൻ അല്ലാഹുവിന്റെ ഖുർആനിൽ ഇറങ്ങി ഏറ്റവും അവസാനത്തെ ആയത്ത് പറഞ്ഞു തരാ. ഏതായത്തെന്നറിയുമോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. പേടിക്കണേ മക്കള്, അല്ലാഹു പറയുകയാ, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോകാനാ മക്കള്? ഒരു ദിവസം വീഴും മോള്. എവിടെ പോയാലും ഒരു ദിവസം വീഴും മോള്. വീഴുമടാ ചെറുപ്പക്കാരാ. വാപ്പാ, നീ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും ആ മലക്ക് നിന്റെ മുമ്പിൽ വരുമ്പോ നീ വീഴും വാപ്പാ. എവിടെ പോകാനാ? കല്ലായിദാ ബലഗത്തി ത്വറാഖിയ വകീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المصاق. ഈ വാഴ
പറയുന്ന മജ്ലിസിന്റെ ചുറ്റുഭാഗം നോക്കടോ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് എനിക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. എത്ര നോക്കിയാൽ കാണുന്നില്ല, നമ്മുടെ കണ്ണിന് കാഴ്ചയില്ല, നമ്മുടെ കണ്ണിന് കാണാനുള്ള കഴിവില്ല. എന്നാ കാണുന്ന ഒരു സമയമുണ്ട്, 70 മുതൽ 70,000-ഓളം വരുന്ന ഒരു സൈന്യം ആകാശത്ത് നിന്ന് നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് കണ്ണിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന ഒരു രംഗം നിനക്ക് കാണാ. പെടഞ്ഞു വീടും വാപ്പാ, പെടഞ്ഞു വീടും പെങ്ങള്, എവിടെ ഓടാനാ നീ, എവിടെ ഓടാനാ നീ? അല്ലാഹുവിന്റെ മലക്കുകൾ പറയും നിന്നെ കൊണ്ടുപോകാമെന്നതാ. ആരെ വേണമെങ്കിലും വിളിക്കൂ, ആരെ വേണമെങ്കിലും നീ വിളിക്കൂ. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നോട് പറയുമെന്ന് ഖുർആൻ പറയുമ്പോ, ചെറുപ്പക്കാരാ കളിയല്ലടാ മോനെ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്തെങ്കിലും നീ ഒന്ന് പഠിക്കടാ. എത്ര പേര് നന്നായി അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട്, എത്ര പേരാ നന്നായത്? ഒരിക്കലും നന്നാകില്ല എന്ന് എഴുതി തള്ളിയവര് നന്നായില്ലേ? വഅദ് കേട്ടിട്ടല്ല നന്നായത്, വഅദ് കേട്ടിട്ടല്ല നന്നായത്. ഖത്താബിന്റെ മകൻ ഉമർ ഇന്ന് മദീനത്ത് നൽകിയാൽ, മദീനത്ത് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗളാ ശരീഫിന്റെ ചാരത്ത് കിടക്കുന്ന സ്വഹാബിയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഈ ഉമർ ആരായിരുന്നെന്നറിയുമോ? എന്റെ ചെറുപ്പക്കാര് പഠിക്കണം മോനെ. ഉമർ ആരായിരുന്നെന്നറിയുമോ? ഉമറിന്റെ സ്വഭാവം എന്തായിരുന്നെന്നറിയുമോ? പടച്ചവനെ, ഒരിക്കൽ ഉമർ തങ്ങൾ മുസ്ലിമായെന്ന്, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായെന്ന്, ഉമറിന്റെ വീടിന്റെ ചാരത്ത് താമസിക്കുന്ന അയൽവാസിയോട് ഒരാൾ വന്നിട്ട് പറയുകയാ, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. മറുപടി എന്തായിരുന്നെന്നറിയുമോ? ഉമർ ആരായിരുന്നറിയണമെങ്കിൽ ഈ ഒരു ചരിത്രം മതിയടോ. അയൽവാസിയോട് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസിയുടെ മറുപടി എന്തെന്നറിയുമോ? എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറ, ഈ കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറ, ഞാൻ വിശ്വസിക്കാം. ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകില്ല. കാരണം ഉമറിന്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. ആ ഉമർ നന്നായത് വഴുത് കേട്ടിട്ടല്ല, ഒരേ ഒരായത്തേ കേട്ടുള്ളൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ത്വാഹ എന്ന് പറയുന്ന അധ്യായം, അതിന്റെ 4ഓ 5ഓ ആയത്താ കേട്ടത്. കേട്ട ഉടനെ ഉമർ നന്നായടോ. റസൂലുള്ളാഹി തങ്ങളുടെ തലയെടുക്കാതെ തിരിച്ചു വരില്ല എന്ന് കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് ശപഥം ചെയ്തിട്ട് പോയ ഉമർ പൂച്ചക്കുട്ടിയെ പോലെ നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെന്നിട്ട്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമായത് വഅദ് കേട്ടിട്ടല്ല, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് കേട്ടിട്ടാ. ചെറുപ്പക്കാരാ, ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാ. ഫുളൈൽ കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാണ്. ആ ഫുളൈലിന്റെ ഏറ്റവും വലിയ സ്വഭാവം എന്തെന്നറിയുമോ? ഒരു പെണ്ണിനെ കണ്ട, ഒരു പെണ്ണിനെ കൊതിച്ച, അവളുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന ഒരു സ്വഭാവമാണ് ഫുളൈലിനുള്ളത്. പഠിച്ചവനെ, ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോ കൂട്ടുകാര് പറഞ്ഞു, ഫുളൈലേ, ഏത് പെണ്ണിനെയും നീ വളയ്ക്കുമല്ലോ, ഏതൊരു പെണ്ണുമായി ശാരീരികമായി ബന്ധപ്പെടുമല്ലോ, എന്നാൽ ആ പോകുന്ന സുന്ദരിയൊന്ന് വളയ്ക്കടാ. ഫുളൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു സുന്ദരിയായ പെണ്ണിനെ കാണിച്ചു കൊടുത്തപ്പോ ഫുളൈൽ ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് ആ പെണ്ണിന്റെ പുറകിൽ നടക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞിട്ടും അവള് വഴങ്ങുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ടും അവള് സാധിപ്പിക്കുന്നില്ല. അവസാന ഫുളൈലിന് വല്ലാത്ത വാശിയായി. ആരുമില്ലാത്ത സമയത്ത് ആ പെണ്ണിന്റെ വീടിന്റെ അകത്ത് കയറുകയാണ്. ആരോഗ്യവാനായ ഫുളൈല് ആ പാവപ്പെട്ട പെൺകുട്ടിയെ കീഴ്പ്പെടുത്തുകയാണ്. എന്നിട്ട് അവളുടെ 2 കാലുകളുടെ തുടകൾക്കിടയില് ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാ തയ്യാറെടുത്തിട്ട് ആ പെണ്ണിന്റെ മുമ്പിൽ പോയിരിക്കുമ്പോ ആ പെണ്ണിങ്ങനെ ഒരുപാട് നിലവിളിക്കുന്നുണ്ട്,
എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. പെട്ടെന്ന് റബ്ബേ അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ ഖുർആൻ ഓതുന്നു. പെണ്ണേ അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ ഖുർആൻ ഓതുകയാ. അലം യഅനിനില്ലദീന ആമനൂ അന തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അടുത്ത വീട്ടിലിരുന്നൊരു ഉമ്മ ഖുർആൻ ഓതുന്നത് കേട്ടപ്പോ അതുവരെ നിലവിളിച്ച പെണ്ണുണ്ടല്ലോ, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണങ്ങും മിണ്ടാതെ ഇരിക്കുകയാ. സുലൈലിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടങ്ങ് കരയുകയാ. തന്നെ ബലാത്സംഗം ചെയ്യാറ് തന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കിയിട്ട് ആ പെണ്ണങ്ങ് കരയുകയാ. സുലൈല് ചോദിച്ചു, എന്തേ നിലവിളി നിർത്തിയത്? എന്തേ നീ കിടന്ന് കരയാത്തത്? എന്തേ പെണ്ണെ എന്റെ മുഖത്തിങ്ങനെ നോക്കുന്നത്? സുലൈലേ അല്ല ചോദിക്കുന്നത് കേട്ടില്ലേ? ഫുലൈലേ അല്ലാഹുവിന്റെ കലാം ചോദിക്കുന്നത് കേട്ടില്ലേ? അലം യഅനിനില്ലദീന ആമനൂ അന തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. സമയമായില്ലേ ഫുലൈല്? നന്നാകാ സമയമായില്ലേ? എത്ര കാലമായടാ, എത്ര പെണ്ണുങ്ങളുമായി വ്യഭിചരിച്ചവരാ, എന്തെല്ലാം പാപം ചെയ്തവരാ. നന്നാകാ സമയമായില്ലേ ഫുലൈല്? കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവിന്റെ കണ്ണ് നിറഞ്ഞടോ. ഒരായത്ത് കേട്ടപ്പോ നിലവിളിച്ചുകൊണ്ട് നിറകണ്ണുകളോടെ ഇറങ്ങി പോവുകയാണ്. ആ ഫുലൈല് പിന്നെ ആരായി മാറിയെന്നറിയുമോ ചെറുപ്പക്കാരാ? ഇതാണടാ അല്ലാഹുവിന്റെ കലാം. അതുകൊണ്ട് കളിക്കണ്ട, പരിഹസിക്കണ്ട. ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തില്ലെങ്കിൽ അല്ലാഹു പറയുകയാ, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. നീ ഓർത്തു വെച്ചോ, എന്റെ മുമ്പിൽ തന്നെ നീ തിരിച്ചു വരുന്ന ഒരു ദിവസമുണ്ട്. എന്റെ മുമ്പിൽ ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. ഞാൻ കാണിച്ചു തരാ ഞാൻ ആരാണെന്ന്. ഞാൻ ആരാണെന്ന് നിനക്കൊക്കെ കാണിച്ചു തരാ. ഒരുക്കി വെച്ചിട്ടുണ്ട് ഞാന്, ഒരുക്കി വെച്ചിട്ടുണ്ട് ഞാന്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ആ ഖുർആനിനെ കുറിച്ച് പഠിക്കണേ. ആ ഖുർആൻ കേട്ടാ പരിഗണിക്കണേ. നീ പരിഹസിക്കരുത്, നീ നിസാരമാക്കരുത്, അതിന് നീ അവഗണിക്കരുത്. അവഗണിക്കുന്നവൻ അല്ലാഹു വെച്ചിരിക്കുന്നത് കഠിനമായ ശിക്ഷയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുന്നുണ്ട്, നീ ഒരു ദിവസം വീഴും, എന്റെ മുമ്പിൽ തന്നെ വരും, അന്ന് ഞാൻ കാണിച്ചു തരാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് കൂടെ നിൽക്കാനും കയ്യടിക്കാനും പ്രോത്സാഹനം തരാനും ആളൊക്കെ ഉണ്ടാകും. വീഴും കാക്ക ഒരു ദിവസം. ഒരു ദിവസം നീ വീഴും, അന്ന് അല്ലാഹു നിനക്ക് കാണിച്ചു തരും അല്ലാഹു ആരാണെന്ന്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരായത്തൂടെ കേൾക്കാൻ സമയമുണ്ടോ? 12 മണിയായി. വാച്ചി നോക്കണ്ട. ചില ആൾക്കാർ വാച്ചി നോക്കും, എന്നെയും നോക്കും. അല്ലാഹു അവരുടെയൊക്കെ അവസാന സമയം നന്നാക്കി കൊടുക്കുമാറാകട്ടെ. എന്താ ഒരായത്തൂടെ കേൾക്കോ? ഒരായത്തൂടെ ഞാൻ പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞു ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ അനുവാദം തന്നാ പറയാം, ഇല്ലെങ്കിൽ നിർത്താം. എന്ത് വേണം? ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മൾ നന്നാക്കുമാറാകട്ടെ. ഒന്ന് കൈവക്കി. ഭൂരിഭാഗം പേരും കൈവക്കുവാണെങ്കിൽ പറയാം ഇൻഷാ അല്ലാഹ്. വളയും മോതിരമൊക്കെ ഉണ്ടല്ലോ എല്ലാവരുടെ കയ്യിലല്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. വളയും മോതിരം എന്നൊക്കെ പറയുമ്പോൾ എല്ലാത്തിനും പേടിയാടും. ഇന്ന് സക്കാത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ കാഞ്ഞ ബുദ്ധി എല്ലാത്തിനും. ഈ ഇസ്ലാം കാര്യം 5 എണ്ണം. ആ 5 കാര്യങ്ങളിൽ പെട്ടതാണ് സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നത്. ഫർള സക്കാത്ത്. സക്കാത്ത് കൊടുക്കൽ ഫർള. പക്ഷെ ഇന്ന് പെണ്ണുങ്ങള് എടോ സ്വർണത്തിന്, ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ല. ഉണ്ടോ?
ഉണ്ടോ? ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്തുണ്ടോ? സക്കാത്തില്ല. പക്ഷെ പെണ്ണുങ്ങൾക്ക് കാഞ്ഞ ബുദ്ധിയാ. ഒരു സഹോദരി എൻ്റെ അടുത്തൊരിക്കൽ ഒരു സംശയം ചോദിച്ചു, ഉസ്താദന്മാര് പറയുന്നു ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ല എന്ന്. ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ല, അപ്പൊ ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്ത് കൊടുക്കണോ? ഞാൻ ആ താത്താനോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര പവനുണ്ടെന്ന്? 101 പവനുണ്ട് ഉസ്താദേ. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ 101 പവനും നിങ്ങൾ ധരിക്കുമോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ധരിക്കാറുണ്ടെന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാനെ പൊട്ടനാക്കാൻ നോക്കരുതട്ടാ. നീ എങ്ങനെയെങ്കിലും നിനക്കൊരു കാര്യം അറിയോ? ഒരാൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് സക്കാത്ത് എല്ലാ വർഷവും ആ മനുഷ്യൻ തന്റെ സമ്പത്തിന്റെ കണക്ക് നോക്കിയിട്ട് സക്കാത്ത് കൊടുക്കുന്ന ഒരു സ്വഭാവം ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ ഈമാനുള്ളതിന്റെ അടയാളമാണ് സക്കാത്ത് കൊടുക്കുന്നതെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. നബിതങ്ങൾ പറയുന്നു, ഒരു വയലും വേണ്ട, ഒരാളും പ്രസ് ചെയ്യണ്ട, എല്ലാ വർഷവും തന്റെ സമ്പത്തിന്റെ കണക്കെടുത്ത് നോക്കിയിട്ട് കറക്റ്റായിട്ട് സക്കാത്ത് കൊടുക്കുന്ന ഒരു മനുഷ്യനെ, ആ മനുഷ്യൻ എന്താണ്? ഒരു യഥാർത്ഥ ഈമാനുള്ള മുഅ്മിനായ മനുഷ്യനെ അങ്ങനെ ചെയ്യാൻ കഴിയും. മുഅ്മിനാണെന്നുള്ളതിന്റെ അടയാളമാണ് സക്കാത്ത് കൊടുക്കുക. അല്ലാതെ ഇതുപോലെ ന്യായം, ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ലല്ലോ, അങ്ങനല്ലേ ഇങ്ങനല്ലേ, അങ്ങനെയാണെങ്കിൽ പൈസയ്ക്കും കൊടുക്കേണ്ട പെങ്ങളെ. നിങ്ങൾ എന്തിനാ ഇപ്പൊ എൻ്റെ അടുത്ത് 1 ലക്ഷം രൂപയുണ്ടെന്ന് സങ്കല്പിക്കുക. കഴിഞ്ഞ റമളാൻ മുതൽ ഈ വർഷം റമളാൻ 27 വരെ, കഴിഞ്ഞ വർഷം 27-ാം രാവിന് എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപ ബാങ്കിൽ കൊണ്ടിട്ടു. ഈ വർഷം 27-ാം രാവാകുമ്പോ ആ 1 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ സക്കാത്ത് കൊടുക്കണ്ടേ? കൊടുക്കണോ വേണ്ടേ? കൊടുക്കണം. അപ്പൊ 27-ആണ് എനിക്ക് ഒരു വർഷം തികയുന്ന ദിവസം. 25-ന്റെ അന്നോ 26-ന്റെ അന്നോ 1 ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, സുമയ്യ എനിക്ക് വേണ്ടടി, നീ ഇതെടുത്തോടി എന്ന് പറഞ്ഞ് അവക്ക് കൊടുത്താൽ ഞാൻ ആ പൈസക്ക് സക്കാത്ത് കൊടുക്കണോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണ? കൊടുക്കണോ? കൊടുക്കണ്ട. ആ 1 ലക്ഷം രൂപ ഒരു വർഷം എൻ്റെ അടുത്ത് ഇരുന്നില്ലല്ലോ. എന്നാ സുമയ്യ എൻ്റെ ഭാര്യയ്ക്ക് പറഞ്ഞു, നീ എടുത്തോടി എന്ന് പറഞ്ഞ് അത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് സക്കാത്ത് കൊടുക്കണ്ട. അടുത്ത വർഷം 27-ാം രാവ് ആകുമ്പോ എന്റെ പെണ്ണുമ്പിള്ള വന്നിട്ട് 1 ലക്ഷത്തിന്റെ ചെക്ക് എഴുതി തന്നിട്ട്, ഇക്ക നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞ് എനിക്ക് തന്നാ ഓക്ക് കൊടുക്കണോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? കൊടുക്കണോ? കൊടുക്കണ്ട. അള്ളാനെ പണ്ടൊരു പഴച്ചിലുണ്ട്, എന്താ? പൊട്ടനെ ചെട്ടി ചതിച്ച ചെട്ടിയെ ദൈവം ചതിക്കും. ഒരാളുടെ കയ്യിൽ 1 ലക്ഷം രൂപ, ഒരാളുടെ കയ്യിൽ ഒരു വർഷക്കാലം ബാങ്കിൽ നിനക്ക് 60,000 രൂപ, അതാണ് ഇന്നത്തെ വെള്ളിയുടെ കണക്ക്. പൊട്ട 1 ലക്ഷം രൂപ നിന്റെ കയ്യിലുണ്ട്. ആ 1 ലക്ഷം രൂപ ഒരു കൊല്ലമായിട്ട് നിന്റെ കയ്യിലുണ്ടെങ്കിൽ ആ 1 ലക്ഷം രൂപയുടെ 2.5% 2500 രൂപ പാവപ്പെട്ടവന്റെ അവകാശമാണ്. അത് കൊടുത്തിരിക്കണം. അത് ഫർള, നിർബന്ധമാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 97,500 രൂപ നിന്റെതും 2,500 രൂപ പാവപ്പെട്ടവന്റെ അവകാശമാണ്. അത് കൊടുക്കാതെ ആ പിച്ചച്ചട്ടിയിൽ നീ കൈയിട്ട് വാരിയ ഒറ്റ നേട്ടമേ ഉള്ളൂ, 1 ലക്ഷവും പോയി കിട്ടും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ 2,500-ന്റെ അകത്ത് നീ കൈയിടാൻ പോകുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? റമളാൻ മാസം എത്തിയപ്പോ ഭർത്താവിന് എന്താ ഇവിടെ പറയുക? പെണ്ണുങ്ങൾ ഭർത്താവിന് എന്താണ് ഇവിടെ വിളിക്കണേ? മാപ്പള. ചീത്ത വിളിക്കാതിരുന്നാ മതിയായിരുന്നല്ലേ? ചില പെണ്ണുങ്ങൾ ചീത്ത വിളിക്കാതെ ഭർത്താവിനെ എടാ വാടാ പോന്ന് വിളിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. എടാ വാടാ പോടാന്ന് വിളിക്കുന്നുണ്ട്. അത് ഞാൻ ചോദിച്ചേ, എന്നും ആവട്ടെ, മാപ്പളയോ ഇക്കാന്നൊന്നും വിളിക്കൂല്ലോ ഇവിടെ. അതിലാവട്ടെ, നിന്റെ ഇക്ക 50-ന്റെയും 100-ന്റെയും ഒരു കെട്ട് നോട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിന്? വീട്ടിൽ വരുന്നവർക്ക് ഇങ്ങനെ വാരി വെതറാൻ. എല്ലാവർക്കും ഇങ്ങനെ വാരിയിട്ട് ഇങ്ങനെ വീട്ടിൽ വരുന്നവർക്ക് 50, 100, 50, 100. അത് സക്കാത്തല്ല കേട്ടോ, അത് സദഖയാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സക്കാത്തിന്റെ അവകാശി ആരാണെന്ന് ദീൻ പറയുന്നുണ്ട്. ആ അവകാശിക്ക് കൊണ്ടുപോയി കൊടുത്താലേ സക്കാത്ത് വീഴത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ വാരി 100, 200 ക്യൂ നിർത്തുക. ഇപ്പൊ എല്ലാം റീൽസിന്റെ കാലമാണ്. ഇപ്പൊ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയരുതെന്ന. പണ്ട് വലത് കൈ കൊണ്ട് സദക്ക കൊടുക്കുമ്പോ ഇടത് കൈ പുറകെ പിടിക്കും. ഇങ്ങനെ പിടിച്ചിട്ടാ കൊടുക്കാൻ, ഈ കൈ കാണണ്ടാണ്. നീ സദക്ക കൊടുക്കുന്നത് ഇടത് കൈ കാണാതെ ഇരിക്കാം, കൈ പുറകിൽ കെട്ടിയിട്ടാ പൈസ കൊടുക്കണത്.
അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ക്യൂ നിർത്തിയിട്ട് ഇങ്ങനെ കൊടുക്കും, റീൽസ് എടുത്ത് യൂട്യൂബിലിടും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ, സക്കാത്ത് വീടണമെങ്കിൽ അത് നിന്റെ വീട്ടിൽ വരത്തില്ല. സക്കാത്തിന്റെ അവകാശി അവന്റെ വീട്ടിൽ നീ പോണം. ഔദാര്യമൊന്നുമല്ലത്, അത് അവകാശപ്പെട്ടത്, അതുകൊണ്ട് കൊടുക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ധരിക്കുന്ന സ്വർണത്തിനൊക്കെ ഒരു പരിധിയുണ്ട് പെങ്ങളെ. 2 കമ്മല്, 2 മോതിരം, വള, ചെയിന്, മാല, പാദസ്വരം, ഇത് ഏകദേശം നീ ധരിക്കുന്ന സ്വർണത്തിനൊരു പരിമിതിയുണ്ട്. 101 പവന് ഇട്ടുകൊണ്ട് നീ നടക്കാറില്ലല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള സ്വർണത്തിന് കൊടുത്തെന്ന് പറഞ്ഞ് നഷ്ടമൊന്നുമില്ലല്ലോ. ആഖിറം രക്ഷപ്പെടൂല്ലേ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നീ അതിനകത്ത് കയറി കുത്തിപ്പറിക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലും പറഞ്ഞാൽ കുത്തിപ്പറിക്കണ കാലം അതണ്ട. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കയറിയിട്ട് ക്ലിപ്പിറങ്ങുന്ന കാലം, അതുകൊണ്ടാ പേടി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറയുന്നു 3 ഒറ്റ ആയത്ത് കൂടെ പഠിക്കാം. അല്ലാഹു പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, 3ാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്, ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ വന്ന വമൻ അറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഖാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. ഈ ആയത്തിന്റെ അർത്ഥം പഠിച്ചിട്ട് നമുക്ക് പിരിയാം. അല്ലാഹു പറയുകയാണ്, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഖാ. അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്ത ഒരാൾക്ക് അല്ലാഹു കൊടുക്കുന്ന 3ാമത്തെ ശിക്ഷ, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഖാ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സിലിരിക്കുന്ന സഹോദരനോട് ചോദിക്കുന്നു, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? നല്ല കച്ചവടമായിരുന്നു ഉസ്താദെ, പക്ഷെ ഇപ്പൊ എന്തു പറ്റിയെന്ന് അറിയില്ല, എല്ലാം പോയി. നല്ല കച്ചവടമുണ്ടായിരുന്നു, നല്ല വരുമാനമുണ്ടായിരുന്നു, നല്ല ലാഭമുണ്ടായിരുന്നു, എന്തു പറ്റിയെന്ന് അറിയില്ല ഉസ്താദെ, എല്ലാം പോയി, എല്ലാം പോയി. എന്തേ കാരണമെന്നറിയോ? ആരും മുട്ട കുഴിച്ചിട്ടതോ തകിട് കുഴിച്ചിട്ടതോ ഒന്നും അല്ലടാ അനിയ, നിന്റെ കയ്യിലിരിപ്പ് നേരെയാകാത്തത് കൊണ്ട് അല്ല നിനക്ക് തന്ന ശിക്ഷയാ. അല്ല തകർത്ത് കളഞ്ഞതാ നിന്റെ ആ വരുമാനം, നിന്റെ ആ ബിസിനസ് അല്ല തകർത്തതാ. നീ ചെയ്ത പാപമെന്താ? നീ അല്ലാഹുവിന്റെ കലാമിനെ നീ പുച്ഛിച്ചു കളഞ്ഞു. അതിന് കൊടുക്കേണ്ട സ്ഥാനം നീ കൊടുത്തില്ല, അതിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതെ, അങ്ങനെ കൊടുക്കാതെ വന്നപ്പോ അല്ലാഹ് തന്നെ തീർത്ത് കളഞ്ഞു, ഉരുക്കി കളഞ്ഞു. അത് അല്ലാഹ് തരുന്ന ശിക്ഷയാ നിനക്ക്. നിന്റെ അഹങ്കാരം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, സാമ്പത്തികമായി നിന്നെ അല്ലാഹു തകർത്തല്ലോ, നിന്റെ ബിസിനസ് പോയല്ലോ, നിന്റെ കച്ചവടം പോയല്ലോ, എല്ലാ സമ്പത്തും പോയല്ലോ. നീ അല്ലാഹുവിനെ മറന്നപ്പോ, അല്ലാഹുവിന്റെ കലാമിനെ മറന്നപ്പോ, നീ തന്നെ പറഞ്ഞില്ലേ മരിച്ചാ മതിയെന്ന്, നീ തന്നെ പറയുന്നു മരിച്ചാ മതിയെന്ന്. ഉസ്താദേ, ആത്മഹത്യ ചെയ്യാ തോന്നുകയാണ്, മരിക്കാൻ തോന്നുകയാണ്. അല്ലാഹു നിന്നെ കൊണ്ട് തന്നെ പറയിപ്പിച്ചില്ലേ സഹോദരാ? ഇത് അല്ലാഹു നിനക്ക് തന്ന ശിക്ഷയാണ്. നിന്റെ സാമ്പത്തികമായി നിന്റെ കച്ചവടം മുഴുവനും തകർന്നു പോകാനുള്ള കാരണം നീ അല്ലാഹുവിന്റെ ഖുർആനിനെ പരിഗണിക്കാതെ വന്നത് കൊണ്ടാ. തങ്ങളെ എല്ലാ പോയില്ലേ, എല്ലാ തകർന്ന് തരിപ്പണമായില്ലേ, ദുനിയാവ് മുഴുവനും നശിച്ചു പോയില്ലേ? അല്ലാഹു പറയുന്നു, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഖാ. നിന്റെ ജീവിതം അല്ലാഹു ഇടുക്കമാക്കി, നിനക്ക് പ്രയാസങ്ങൾ തന്നു, നിനക്ക് സാമ്പത്തിക നഷ്ടം തന്നു, അല്ലാഹു വലിയ വലിയ പ്രയാസങ്ങൾ നിനക്ക് തരികയാണ്. എന്നാ ദുനിയാവില് തീരുമോ? അല്ലാഹു പറയുന്നു, ഇല്ല. വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഖാ വനഹ്ശുറുഹു
വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ. പള്ളിപ്പറമ്പിൽ നിന്ന് നീ എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ, അന്ന് നിന്റെ കണ്ണ് കാണൂല, നിന്റെ ചെവി കേൾക്കൂല. നിങ്ങളെ നല്ലതുപോലെ കേൾക്കടേ പോലെ, നിന്റെ കണ്ണ് കാണൂല, നിന്റെ ചെവി കേൾക്കൂല. അന്ധനെ പോലെ എഴുന്നേറ്റ് വരികയാണ്. നീ റബ്ബിനോട് ചോദിക്കുന്ന കാല റബ്ബിനി മഹസറതനി അമാ വഖദ് കുന്തു ബസീറാ. ദുനിയാവിൽ എനിക്ക് കണ്ണ് കാണുമായിരുന്നല്ലോ, ദുനിയാവിൽ എനിക്ക് ചെവി കേൾക്കുമായിരുന്നല്ലോ. ഇന്നെന്തു പറ്റി അല്ലാ? കണ്ണ് കാണുന്നില്ല അല്ലാ, ചെവി കേൾക്കുന്നില്ല അല്ലാ. അല്ലാഹു പറയുന്നു കാല കദാലിക അത്തതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. ഖുർആനിന്റെ ആയത്തോതിയിട്ട് നിങ്ങളോട് ഉസ്താദന്മാര് പറഞ്ഞില്ലേ, പള്ളിക്ക് കൊടുക്ക്, മദ്രസകൾക്ക് കൊടുക്ക്, യതീമിന് കൊടുക്ക്, പാവങ്ങളെ സഹായിക്ക്, സക്കാത്ത് കൊടുക്കണേ പെങ്ങള്. സ്വർണം എടുത്തു വെച്ചിട്ട് അതിന്റെ കണക്ക് നോക്കിയിട്ട് നീ സക്കാത്ത് കൊടുക്കണേ. പൈസ എടുത്തിട്ട് അതിന്റെ കണക്ക് നോക്കിയിട്ട് സക്കാത്ത് കൊടുക്കണേ. നീ ന്യായം പറഞ്ഞില്ലേ, പല കാരണങ്ങളും പറഞ്ഞില്ലേ, എന്നിട്ട് നീ അഭിനയിച്ചില്ലേ? പാവപ്പെട്ടവൻ നിന്റെ മുമ്പിൽ വന്ന് കൈനീട്ടിയപ്പോ നീ കാണാത്തവനെ പോലെ അഭിനയിച്ചില്ലേ? പലരും നിന്റെ അടുക്കൽ വന്ന് പലതും പറഞ്ഞല്ലോ, കേൾക്കാത്തവനെ പോലെ നടന്നില്ലേ? അതുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഇന്ന് നീയും അതുപോലെ നടന്നോ. കണ്ണ് കാണാത്തവനെ പോലെ, ചെവി കേൾക്കാത്തവനെ പോലെ അല്ലാഹു നിന്നെ മാറ്റിക്കളയുമെന്ന് ഖുർആൻ പറയുമ്പോ